നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. ഇടയിൽ വരുന്ന ഗ്യാപ്പ് അത് തീർത്തും മദ്ഹ് കൊണ്ട് ആ ഗ്യാപ്പ് അടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും. സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് വളരെ ഹൃദ്യമായ ഭാഷയിൽ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന വരികളാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ചൊല്ലിക്കേൾപ്പിച്ചതൊക്കെ. അതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് വല്ലാത്ത സന്തോഷം മനസ്സിന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ലഭിക്കുകയും ചെയ്യും. അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും തിരുനബിയുടെ മദ്ഹ് അത് ചൊല്ലി ഹബീബിൻ്റെ ആ വരികളുടെ ചുവട് പിടിച്ച് ഹബീബിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എന്തായാലും അത് മഖ്ബൂലാകും. സ്വലാത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ ഷർത്താണ്. ഇഖ്ലാസും കാര്യമൊക്കെ വേറെ. ഈമാനില്ലാതെ ഒരമലും സ്വീകരിക്കൂല. ഒരാള് എന്ത് ചെയ്തു? ലക്ഷങ്ങൾ സ്വതക്ക കൊടുത്തു. ഈമാനില്ലാതെ സ്വീകരിക്കുമോ? ഇല്ല. ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചു. ഈമാനില്ലാതെ സ്വീകരിക്കുമോ? ഇല്ല. ഒന്നും ഈമാനില്ലാതെ സ്വീകരിക്കൂല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷ പരിപാടിക്ക് ചീരണി കൊടുത്തു. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നബിദിന പരിപാടിക്ക് അന്യമത സുഹൃത്തുക്കൾ, ഇതര മത സുഹൃത്തുക്കൾ പലപ്പോഴും പായസം കൊടുക്കാറുണ്ട്. അതിനടക്കം കൂലി കിട്ടുമെന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബിദിനത്തിന് പായസം കൊടുക്കണേന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊരു വിവാദമാക്കരുത്. അങ്ങനെയല്ല പറഞ്ഞത്. നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുണ്യകർമ്മം, സ്വലാത്ത് ചൊല്ലുക, നബിതങ്ങളുടെ മദ്ഹ് പറയുക, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ കൂലി കിട്ടും. നബിതങ്ങളുടെ പേരിൽ മഹബത്ത് പ്രകടിപ്പിക്കുക, അതിനൊക്കെ ഈമാൻ ഇല്ലെങ്കിൽ പോലും കൂലി കിട്ടും. അതിന് തെളിവായിട്ട് പറയുന്നത് അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ആ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്ന അത്ര മോശക്കാരനാണ്. തബ്ബത് യദാ അബീ ലഹബ് എന്ന അധ്യായം മുഴുവനും അയാൾ ആക്ഷേപിച്ചു വന്നതാണ്. ആ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ച രാവും നരകത്തിലെ ശിക്ഷയിൽ ഒരു ഇളവുണ്ട് എന്നാണ്. അതിന്റെ കാരണം എന്താ? നബിതങ്ങൾ ജനിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പം അയാളുടെ അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയെ അയാൾ മോചിപ്പിച്ചു ആ സന്തോഷത്തിന്. പിന്നെ പിൽക്കാലത്ത് നബി നുബുവത്ത് വാദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റാത്ത ആളായത്. അതുവരെ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അന്ന് പ്രകടിപ്പിച്ച ആ സന്തോഷത്തിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് കിട്ടുന്നുണ്ട് ഒരാശ്വാസം. അല്ലാതെ ഈമാനില്ലാത്ത ഒരാൾ ജീവിതാന്ത്യം വരെ സ്വലാത്തും ചൊല്ലി നടന്ന അയാൾ സ്വർഗത്ത് കിടക്കും? സ്വർഗത്ത് കിടക്കൂല. സ്വർഗത്ത് കിടക്കണമെങ്കിൽ ഈമാൻ വേണം. പക്ഷേ നരകശിക്ഷയിൽ ചില ആശ്വാസങ്ങളൊക്കെ നരകശിക്ഷയിൽ വരെ കിട്ടും. അതിൻ്റെ അപ്പുറത്ത് ദുനിയാവിലെ നേട്ടങ്ങളൊക്കെ കിട്ടും. രോഗം സുഖാവും, ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാവും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും. അതൊക്കെ അങ്ങനെയുള്ള ആളുകൾക്കും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് കിഫായത്തുൽ അദ്കിയ പോലെയുള്ള കിതാബുകളിലൊക്കെ എഴുതിയത് കാണാം, സ്വലാത്ത് മുത്തുലക്കൻ പ്രതിഫലം കിട്ടുന്നതാണ്. മുത്തുലക്കൻ പ്രതിഫലം. ഇഖ്ലാസ് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, റിയാഇന് വേണ്ടിയാവട്ടെ, അല്ലാതിരിക്കട്ടെ, ആ കൂട്ടത്തിൽ എഴുതുന്നു സവാഉൻ ഖാന മിൻ മുസ്ലിം ഔ കാഫിർ. ആര് എല്ലാവരും കൂലി കിട്ടുന്ന ഇടപാടാണിത്. നിരുപാധികം കിട്ടും. അതായത് കൂലി എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കിട്ടിയില്ലെങ്കിൽ ദുനിയാവ് കിട്ടും. ആഖിറത്തിൽ തന്നെ ചില ഇളവുകളൊക്കെ അവർക്ക് ലഭിക്കാം എന്നാണല്ലോ മറ്റേത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇളവ് കിട്ടിയിട്ട് കാര്യമില്ല. നരകത്തിലാണെങ്കിൽ ഇളവ് കിട്ടിയതുകൊണ്ടായിട്ട് ആള് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോ ഈമാനുള്ള നമ്മൾ, മൂമിനീങ്ങളായ നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ ചൊല്ലുമ്പോൾ എത്രമാത്രം ഹൃദ്യമായിരിക്കും അത്.
എന്തൊരു സന്തോഷമായിരിക്കും. ഹബീബായ നബി തങ്ങളുടെ മധുഹൊക്കെ പറഞ്ഞ് അവസാനം നിങ്ങൾ ചൊല്ലി. എത്ര സന്തോഷകരമായ ഒരു വരിയാണത്. എത്ര സന്തോഷത്തിലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അത് ചൊല്ലിയിട്ടുള്ളത്. ഫലാ തൻസനീ യാ ഖൈറ മൻ വതിഅൽ ഹസാ ഇദൻ നാറു ബിൽ ആസി തുനാദി വതഹ്തിഫു. അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പാടുകയാണ്, ഫലാ തൻസനി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് കുറേ പറഞ്ഞു സൂറത്തുൽ ളുഹ. ആ സൂറത്തുൽ ളുഹയിൽ അല്ലാഹു തങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദത്തമുണ്ട് തങ്ങളെ. അതെന്താ? തങ്ങളെ മനസ്സിന് തൃപ്തിയാകുന്നത് വരെ തങ്ങൾക്ക് അല്ലാഹു തആല വേണ്ടതൊക്കെ തരും. അങ്ങനെ ഒരു ആയത്തുണ്ട് സൂറത്തുൽ ളുഹയിൽ. അതാണ് അതിന്റെ മുമ്പ് പറഞ്ഞത്, ഫഹന്നാക മൻ അഅ്താക മാ അൻത ആമിലു വയുർളീക ഫീനാ ഹീന ഫിൽ ഹശ്രി യുതൂഖഫു. നാളെ മഹ്ശറിൽ കൊണ്ടുവന്ന് തങ്ങളെ നിർത്തപ്പെടുന്ന നേരത്ത്, ഞങ്ങളൊക്കെ അവിടെ വരുന്ന നേരത്ത് തങ്ങൾ കൊതിക്കുന്നത് എന്താണോ അത് മുഴുവനും തന്ന് തങ്ങളെ തൃപ്തിപ്പെടുത്തും. തങ്ങൾ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ, സംതൃപ്തനാകുന്നത് വരെ അങ്ങേക്ക് അല്ലാഹു തരുമെന്ന് അങ്ങേക്ക് അഭിനന്ദനം, അങ്ങേക്ക് സന്തോഷ വാർത്ത, അങ്ങേക്ക് അനുമോദനം നൽകിയവരല്ലേ പടച്ച റബ്ബ്. അതാണ് ആ വരിയുടെ അർത്ഥം. തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നിട്ട് തങ്ങളെ മനസ്സങ്ങട്ട് കുളിർപ്പിക്കും. ഫദാലിക വഅദുല്ലാഹി ഫീ സൂറത്തിൽ ളുഹ. അത് അല്ലാഹു സൂറത്തുൽ ളുഹയിലൂടെ തങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. ഫദാലിക വഅദുല്ലാഹി ഫീ സൂറത്തിൽ ളുഹ വമാ ഹുവ വഅദുല്ലാഹി മാ ഹുവ മുഖ്ലഫു. അല്ലാഹുവിന്റെ കരാറുണ്ടോ ലംഘിക്കപ്പെടുന്ന? അത് ലംഘിക്കപ്പെടില്ല. അല്ലാഹു തങ്ങൾക്ക് തന്ന കരാറല്ല തങ്ങളെ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ. സൂറത്തുൽ ളുഹയിലൂടെ തന്നതല്ലേ. തങ്ങൾക്ക് പൂതി തീരോളും റബ്ബ് തരും. അപ്പൊ നബിയെ, ഞങ്ങളെ കാര്യത്തിൽ തങ്ങളുടെ മനസ്സ് അല്ലാഹു തണുപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലാ തൻസനി യാ ഖൈറ മൻ വാതിഅൽ ഹസാ. ഉസ്താദ് ഇങ്ങനെ പാടിയപ്പം ആ വരിയാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. വല്ലാത്ത വരിയാണ്. ഈ മണ്ണിൽ, ഹസ്വ എന്ന് പറഞ്ഞ കല്ല്, ചരക്കല്ലുകളെ ചവിട്ടിയവരിൽ ഏറ്റവും അത്യുത്തമരായ നബിയെ എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് ജീവിച്ചവരിൽ എന്നർത്ഥം. അതൊരു പ്രത്യേക ശൈലിയാണ്. ചരക്കല്ലുകളിൽ ചവിട്ടിയവരിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മണ്ണിൽ ചവിട്ടി നടന്ന, ഈ ഭൂമുഖത്ത് ജീവിച്ച ആളുകളിൽ ഏറ്റവും അത്യുത്തമരായ പടപ്പ് മഹ്ലൂഖ് നബി തങ്ങളെ വിളിച്ചിട്ട് പറയാ, നബിയെ അതുകൊണ്ട് ഈ സാധുവിനെ മറക്കരുത് തങ്ങള്. ഇദന്നാറു ബിൽ ആസി തുനാദി വതഹ്തിഫു. കത്തിയാളുന്ന നരകം, ആ നരകം ബിൽ ആസി തുനാദി വതഹ്തിഫു. കുറ്റവാളികളെ തെരഞ്ഞു പിടിച്ച് ഒച്ച വെച്ച്, എവിടെയാ കുടിച്ചവൻ, എവിടെയാ പിടിച്ചവൻ, എവിടെയാ പലിശക്കാരൻ, എവിടെയാ കുടുംബബന്ധം മുറിച്ചവൻ, എവിടെയാ നിസ്കാരം ഖളാ ആക്കിയവൻ, എവിടെയാ സക്കാത്ത് കൊടുക്കാത്തവൻ എന്നിങ്ങനെ ചോദിച്ച് നരകം ഒച്ച വെച്ച് വലിയ ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞ് അവകാശികൾ അങ്ങനെ തെരഞ്ഞു നടക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നഹാ തദ്ഉ മൻ അദ്ബറ വതവല്ല എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നരകം വിളിക്കും, പേരെടുത്ത് വിളിക്കും, വിളിച്ച് ചോദിക്കും എവിടെയാ. തുനാദി ബിൽ ആസി തുനാദി വതഹ്തിഫു. കുറ്റവാളിയുടെ കാര്യത്തില് വിളിച്ചു പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്ത് ഞാൻ എവിടെ എന്ന് നരകം തെരഞ്ഞു നടക്കുന്ന നേരത്ത് ഈ സാധുവിനെ നബിയെ തങ്ങൾ മറക്കരുത്. അവൻ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവനാണ്, അവനെ നരകമേ നീ പിടിക്കരുത് എന്നൊരു വാക്ക് പറയണേ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.
എന്താ സുഹൃത്തുക്കളെ ഈ വരികളൊക്കെ, എത്ര ഹൃദ്യമാണ് സത്യത്തിൽ ഈ വരികൾ എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൊല്ലിവെച്ച മദഹിനെക്കുറിച്ച് ബറക്കത്തിന് വേണ്ടി ലോകത്ത് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും കൂലിയുള്ള കാര്യം ഇതാണ്, റസൂലുള്ളാഹിന്റെ മദഹ്. അപ്പോൾ അതൊരു വരി പറഞ്ഞാൽ അതിൻ്റെ ഉപകാരം ഈ സദസ്സിന് മൊത്തം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ചൊല്ലിയതിൽ ഹൃദ്യമായൊരു വരി മനസ്സിനിങ്ങനെ കേട്ടപ്പോൾ വല്ലാതെ സന്തോഷം തോന്നിയൊരു വരി അത് വിശദീകരിച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വിഷയം തുടരുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തു തഹ്രീം. ആ സൂറത്തു തഹ്രീമിൻ്റെ ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത് ഉറപ്പ് തന്നെയാണ്. എന്നാലും ബറക്കത്തിന് നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹ് يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ഇതാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഭാഗം, പൂർത്തിയായിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, അതാ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ വിഷയം തന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ എത്തൂല. അതിൻ്റെ കൂടെ ഈ ഇടപെടലൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും സമയം വൈകും. ഏതായാലും ഞാൻ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഇടയ്ക്കെവിടെയെങ്കിലും കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാം. സൂറത്തു തഹ്രീം, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 8ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ ആ ചർച്ച ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങളെ ഉപദേശിച്ചു നിർത്താൻ പറ്റാവുന്ന തൗബ നിങ്ങൾ ചെയ്യണം. നസൂഹ്, തൗബത്തുൻ നസൂഹ് എന്താണ് ഇന്നലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ഇതുവരെ എങ്ങനെ നസൂഹായ തൗബ അറിഞ്ഞിങ്ങനെ പോല. അതെന്താണെന്ന് ശരിക്കും ഞാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം കേൾപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ ഉപദേശിക്കാൻ പറ്റാവുന്ന തൗബ നാസിഹല്ല, നസൂഹാണ്, പരമോപദേശിയ തൗബ. തൗബയേക്കാൾ വലിയൊരു വായിലില്ല. ഏറ്റവും വലിയ വായില് തൗബയാണ്. അങ്ങനത്തെ തൗബ ചെയ്യണം. അത് ശർത്തത്തെ തൗബയാകുമ്പോഴാണ്. ഒക്കെ വിശദീകരിച്ചു ഇന്നലെ. ഇനി വീണ്ടും വന്നാൽ സമയം പോകും. എന്താണ് ഈ തൗബ ചെയ്താലുള്ള ഗുണം? അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. എങ്കിൽ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. ചിലപ്പോൾ അറബി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടാവും, അവർക്ക് ചെറിയൊരു സംശയം തോന്നിയേക്കാം. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും എന്ന് പറഞ്ഞാൽ തൗബ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പുറത്തു തരും എന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം, അത്രയല്ലേ ഉള്ളൂ എന്ന് അറബി ഭാഷ അറിയുന്ന ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി പറയാണ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അസ, അത് സംശയത്തിനുള്ളതല്ല, ഉറപ്പിനുള്ളതാണ്. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പാപം പുറത്തു തന്നേക്കാം, അല്ല തരും, ഉറപ്പ്. തൗബ ചെയ്താ പാപം പുറത്തു എന്ന് ഉറപ്പാ. തന്നേക്കാം എന്ന് പറയേണ്ടത് തൗബ ചെയ്തിട്ടില്ലെങ്കിലാണ്. തൗബ ചെയ്തില്ലെങ്കിൽ തന്നെ അള്ളാഹു പുറത്തു തന്നേക്കാം. തൗബ ചെയ്താ പുറത്തു തരും, ഉറപ്പാ, യാതൊരു സംശയമില്ല. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞു, ഖുർആനിൽ എന്തുകൊണ്ടാണ് ഈ പ്രയോഗം ഇങ്ങനെ വന്നത് എന്നൊരു ചർച്ചയുണ്ട്. അതിന് മഹാന്മാർ പറഞ്ഞ മറുപടി ഏറെ സന്തോഷം തോന്നുന്ന ഒരു മറുപടി കേൾപ്പിക്കുകയാണ്. അല്ലാഹു തആല അസ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഉറപ്പാണ്. അവിടെ ആവശ്യം. ഇപ്പൊ നമ്മളൊരു കേസിൽ കുടുങ്ങി,
ഉദാഹരണം പറഞ്ഞാൽ വേഗം തിരിയും. ഒരു കേസിൽ കുടുങ്ങി. ആ കേസിൽ കുടുങ്ങിയപ്പോൾ നമ്മുടെ നേതാവിന്റെ അടുത്ത് ചെന്ന് അതിനൊരു പരിഹാരം തേടുകയാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ മതപരമായ പാർട്ടിയുടെ നേതാവ് ആരും ആവാം. ഉന്നതങ്ങളിൽ പിടിപാടുള്ള നേതാവിനോട് ഞാൻ ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് അതൊന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രശ്നം സോൾവ് ആയതുപോലെയാണ്. ആരാണെങ്കിൽ അയാൾ മാന്യനായ ഒരാളാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ അതിന് വേണ്ടതൊക്കെ അയാൾ ചെയ്തിരിക്കും. അതേസമയം ചില നേതാക്കൾ ഉണ്ടാവും, അവർ നോക്കാന്ന് പറയല്ല, അതൊരു പേടിങ്ങൾ പേടിക്കണ്ടെന്ന്, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും ഉറപ്പാണ് എന്ന് പറഞ്ഞു, നല്ല എഴുതിയും തന്നു. എന്നാലും ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് പേടിയേക്കാരം. കാരണം ഇവൻ പലരും ഇങ്ങനെ വണ്ടി കയറ്റിയതാണ്. അപ്പം നമുക്ക് ഉറപ്പുണ്ടാവില്ല ഇപ്പം അത് ചെയ്യൂലേ. മാന്യത കുറവുണ്ടെങ്കിൽ അങ്ങനെയാണ്, എഴുതി തന്നിട്ടും കാര്യമല്ല. മാന്യന്മാരാണെങ്കിൽ നോക്കാന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതി, അത് നോക്കിയിരിക്കും. അപ്പൊ അക്രമീനായ റബ്ബ് മാന്യനല്ല, അതിമാന്യരിൽ അതിമാന്യനാണ് പടച്ചോൻ. ആ റബ്ബ് അസാന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെയാണ്. അത് ധൈര്യമായിട്ട് നിന്നോളൂ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, വഅസാ ഫിൽ ഖുർആനി ലിതഹ്ഖീഖ്. ഖുർആനിൽ വരുന്ന അസ അത് ഉറപ്പിന്റെ ഭാഷയാണ്. കാരണം അള്ളാഹ് അസ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. അള്ളാഹ് നോക്കാന്ന് പറഞ്ഞാൽ മതി, അത് തന്നെ ഉറപ്പാണ്. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും, ഉറപ്പാണ്, സംശയിക്കേണ്ടതില്ല. അപ്പൊ പാപം പുറത്തു കിട്ടാനുള്ള മാർഗം തൗബയാണ്. അതാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. പാപം പുറത്തെങ്കിലേ നരകത്ത് കടക്കാതിരിക്കുള്ളൂ. പാപം പൊറുക്കാനുള്ള മാർഗം തൗബയാണ്. തൗബ ചെയ്താൽ പാപം പൊറുക്കും. പിന്നെ കിട്ടുന്ന നേട്ടെന്താ? വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സുഖലോക സ്വർഗ്ഗങ്ങളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തേനാറുകൾ, പാലാറുകൾ, അതുപോലെ ശുദ്ധജലപ്പുഴ, സ്വർഗീയ കള്ളിന്റെ പുഴ, ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പൊ 60 വയസ്സുവരെ തെറ്റ് മാത്രം ചെയ്തു നടന്ന ഒരു മനുഷ്യൻ, എനിക്ക് ഖുർആനിലുള്ള ആ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളും വിശ്വസിക്കേണ്ടത് ഇങ്ങനെ തന്നെയാ. 60 വയസ്സ് പ്രായമുള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഇന്നലത്തെ പ്രഭാഷണവും ഇന്നത്തെ പ്രഭാഷണവും ഒക്കെ കേട്ട് അയാളുടെ മനസ്സ് അയഞ്ഞു, ശരിക്കും ലൂസായി, ടൈറ്റൊക്കെ പോയി. അയാൾ റബ്ബിലേക്ക് കൈ അങ്ങോട്ട് മലർത്തിയിട്ട് പറഞ്ഞു, പടച്ചോനെ, വന്നതൊക്കെ വന്നു, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി എന്റെ ജീവിതത്തില് ഒരു തെറ്റും എന്റെ അടുത്തുനിന്ന് വരൂല റബ്ബേ, മടങ്ങൂല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ കണ്ണീരൊലിപ്പിച്ചായിട്ട് പറഞ്ഞു. അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും, ഒരു തർക്കവുമില്ല. ഇന്ന് രാത്രി അയാൾ അങ്ങ് മരിക്കുകയാണെങ്കിൽ ഈ 60 വയസ്സെടക്ക അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഈമാൻ ഉണ്ടായിരുന്നെന്ന് മാത്രം, ഒരു നന്മയും അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തിട്ടില്ല. അവസാനം തൗബ ചെയ്ത് മരിച്ചാൽ വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. ഒരു സംശയവും വേണ്ട, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. ഇതാണ് തൗബയുടെ പ്രാധാന്യം. പക്ഷെ നല്ല അസ്മ വേണം, ഉറപ്പ് വേണം, ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല. എന്നിട്ട് ആ തൗബ ചെയ്ത്, ആ തൗബ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നില്ല, പെട്ടെന്ന് മരിക്കുകയാണ്. അല്ലെ ജീവിച്ചു, വേണ്ടാത്തരൊന്നും ചെയ്യാതെ ജീവിച്ചു, എന്നാലും ആ ആൾക്ക് സ്വർഗം ഉറപ്പാ, നരകത്തുനിന്ന് മോചനം ഉറപ്പാ. സൂറത്തു തഹ്രീം നമ്മൾ ഓതി വെച്ച ആയത്താണ് ഈ പറയുന്നത്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇനി
ഇപ്പൊ എന്താ പറഞ്ഞത്? തൗബയുടെ നേട്ടം ഒന്ന് പാപം പൊറുക്കും, രണ്ട് സ്വർഗം കിട്ടും. ഇത് രണ്ടുമല്ലേ ഇപ്പൊ പറഞ്ഞത്? അസാ റബ്ബുക്കും അൻ യുകഫിറഅൻകും സയ്യിആതിക്കും വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എപ്പോഴാണ് ഈ സ്വർഗം കിട്ടുക? എവിടെന്നാ ഈ സ്വർഗം കിട്ടുക? എന്നാണ് ഈ സ്വർഗം കിട്ടുക? യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുത്തുനബിയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും അള്ളാഹു വഷളാക്കാത്ത ദിവസം അയാൾക്ക് സ്വർഗം കൊടുക്കുന്നു. പരലോകത്ത് സ്വർഗം നൽകുന്നു. അതിന് പറഞ്ഞ ശൈലി സൂറത്തു തഹരീമിൽ യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു. എത്ര ഹൃദ്യാണ് അല്ലേ? മനസ്സ് നിറയുന്നില്ലേ? യൗമൽ മഹ്ശർ അല്ലെങ്കിൽ യൗമദ്ദീൻ അല്ലെങ്കിൽ യൗമത് തഗാബുൻ, യൗമത് തലാഖ് എന്നൊക്കെ മറ്റു പലയിടത്തും പറഞ്ഞതുപോലെ പറയാം. പക്ഷെ ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മഹ്ശറിൽ എന്ന് പറയാൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു. മുത്തുനബിയെയും മുത്തുനബിയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെയും അള്ളാഹ് വഷളാക്കാത്ത, മാനം കെടുക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട്. അല്ലാത്തവരൊക്കെ അങ്ങ് മാനം കെടുന്നു. മുത്തുനബിന്റെ ഒപ്പമുള്ളവരും മാനം കെടൂല. പടച്ചോനെ ഇന്നലെ 27-ാം രാവിനും ഞങ്ങൾ ദുആരന്നു. അവസാന തപ്പത്തിൽ അവസാന നിമിഷം ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹ് ഈ പള്ളിയെ ഉദാരമായി സഹായിച്ച. ഞാൻ മർക്കസിന്റെ ശരീഅത്ത് കോളേജിന്റെ പ്രശ്നം പറഞ്ഞപ്പം മിനിയാന്നൊരാൾ വന്ന് 10,000 രൂപ അതിലേക്ക് നൽകി. അതിന്റെ ഇന്നലെ ഒരാൾ 50,000 രൂപ അതിലേക്ക് നൽകി. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ആളുകൾ പടച്ചോനെ ഇവരൊക്കെ ചെയ്ത സംഭാവന മുൻനിർത്തി ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ തരാൻ പൂതിയുണ്ട്. മർക്കസിൻ്റെത് വലിയ ഫണ്ടായതുകൊണ്ടാണ്. ഇവിടെ അതിലേറെ ഞെരുക്കാണ്. ഏതായാലും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. എന്നാലോ ഈ ടൈറ്റുള്ള സമയത്താണ് പടച്ചോനെ ഞാൻ ചോദിക്കുകയാണ്, ഇവർ നൽകിയ സംഭാവന മുൻനിർത്തി എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പൂതിയുണ്ടല്ലോ, ഇല്ലാത്തത് കൊണ്ടല്ലേ? ഉണ്ടെങ്കിൽ കൊടുക്കാൻ പൂതിയില്ലേ? തന്നവരൊരു പക്ഷെ ഉണ്ടാക്കി തന്നതായിരിക്കും. പടച്ചോനെ അവരുടെ സംഭാവന മുൻനിർത്തി, ഞങ്ങൾ ഇന്നലെ രാത്രി ചെയ്ത ഇബാദത്തുകളെ മുൻനിർത്തി, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു അവസ്ഥയും, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആ ലോകത്തെക്കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അലതല്ലുന്ന ഒരു സമയമായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഖൽബ് അനുഭവിക്കുന്ന ഈ വർത്തമാന സാഹചര്യം. പടച്ചോനെ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, ആ മുത്തു നബിയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹ് വഷളാക്കൂല എന്ന് പറഞ്ഞു, അല്ലാത്തവരൊക്കെ വഷളാക്കുന്നു. ആ വല്ലദീന ആമനൂ മഅഹു, മുത്തു നബിയെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ഖൽബിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു, അവിടെ ഒരു ചർച്ച ഉണ്ട്. എന്തിനാ വല്ലദീന ആമനൂ മഅഹു എന്ന് പറഞ്ഞത്? നമ്മളെ ഈ ചർച്ച നീണ്ടുപോകുന്നത് കൊണ്ടാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ തഫ്സീർ നോക്കിയപ്പോൾ കണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇന്നലെ ഒരാൾ പറഞ്ഞു, എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു പോകുന്നു ഓരോ വിഷയങ്ങളും പറയുമ്പം. അത് മുഫസ്സിരീങ്ങളുടെ പ്രത്യേകതയാണ്, എൻ്റെ പവറല്ല. ഞാൻ മഹാന്മാരെ എഴുതി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ സ്വന്തം വകയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാൻ ഖുർആനിൽ നമുക്ക് പെർമിഷനും ഇല്ല. മഹാന്മാർ എഴുതി വെച്ചതാണ് ഈ പറയുന്നത്. അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഒക്കെ മഹാന്മാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വല്ലദീന ആമനൂ മഅഹു, അധിക സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ എന്ന് പറയുന്ന ശൈലിയാണ് കാണുന്നത്. വല്ലദീന ആമനൂ ബിഹി, അങ്ങനെ പല സ്ഥലത്തും കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ വല്ലദീന ആമനൂ ബിഹി എന്ന് പറഞ്ഞത് കാണാം. വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫല്ലദീന ആമനൂ ബിഹി വനസറൂഹു വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ അഅറാഫിലാണെന്ന് എൻ്റെ ഓർമ്മ. സൂറത്തുൽ അഅറാഫിൽ മുഫ്ലിഹൂൻ എന്നാണോ ഫായിസൂൻ എന്നാണോ ഹാഫിള? മുഫ്ലിഹൂൻ. ഒരേ അർത്ഥത്തിലുള്ളതാകുമ്പോൾ നമ്മൾ ഈ അർത്ഥം ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങോട്ടോട്ടും പാളിപ്പോകും. അതുകൊണ്ടാണ് അവരോടൊന്ന് ഉറപ്പ് വാങ്ങുന്നത്.
മുഫ്ലിഹൂൻ അവർ വിജയിച്ചവരാണ്. ഫല്ലദീന ആമനു ബിഹി മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചവർ, മുത്തുനബിയെ ബഹുമാനിച്ചവർ, സ്നേഹിച്ചവർ, വഅസറൂഹു വനസറൂഹു മുത്തുനബിയെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രതിസന്ധി ഘട്ടത്തിൽ മുത്തുനബിയെ സഹായിച്ചവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു നബി തങ്ങളുടെ കൂടെ അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിച്ചവർ, അതായത് ഖുർആനെ പിന്തുടർന്ന് ജീവിച്ചവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ വിജയികളാണ്. സൂറത്തുൽ അറാഫിൽ കാണാം അങ്ങനെ ഒരു ആയത്ത്. ഞാൻ പറഞ്ഞു നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ എന്നുള്ളതിന് ഫല്ലദീന ആമനു ബിഹി എന്നാ പറയല്. പക്ഷെ ഇവിടെ സൂറത്തു തഹ്രീമിൽ അല്ലാഹ് പറഞ്ഞത് വല്ലദീന ആമനു മഅഹു. അതെന്തിനാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോല് കുറേ ഉണ്ടാവും. റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞവർ. പക്ഷെ റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നവർ, റസൂലുള്ളാഹിന്റെ കൂടൊപ്പം നിൽക്കാൻ കഴിയുന്നവർ, അത് സത്യത്തിൽ സുന്നികൾ മാത്രമാണ്. വല്ലദീന ആമനു മഅഹു അത് സുന്നികൾക്കേ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് എന്ത്? 10-23 കൊല്ലക്കാലം അള്ളാഹ് പറഞ്ഞതൊക്കെ നമ്മളോട് പറഞ്ഞു തന്ന് മരിച്ച് മണ്ണായി പോയ ആള് അഊദുബില്ല. അതാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്. നമുക്ക് അങ്ങനെയല്ല. ഇപ്പോഴും നമ്മളെ കൽബിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി, കൽബ് നിറഞ്ഞു നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, മക്കത്ത് മദീനത്തങ്ങോട്ട് ചെല്ലുമ്പം ആ മദീനയിലെ പച്ചക്കുബ്ബ കാണുമ്പം ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് ശരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം. അതാണ് നബി തങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ മഅന എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വല്ലദീന ആമനൂ മഅഹു. അപ്പൊ നബി ചുരുക്കി പറഞ്ഞാൽ, ഈ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞാൽ നബിയും സുന്നികളും വഷളാകാത്ത ദിവസം എന്നാവും അർത്ഥം. യൗമലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അല്ലെങ്കിൽ മുനാഫിക്കീങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്? മുനാഫിക്കീങ്ങളും പറഞ്ഞിട്ടില്ലേനോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരു ബാങ്ക് കൊടുക്കലില്ലായിരുന്നു, ഇഖാമത്ത് കൊടുക്കാറില്ലായിരുന്നു, നിസ്കരിക്കാറില്ലായിരുന്നു, അവ്വൽ സഫലില്ലായിരുന്നു. പക്ഷെ അവർക്കുണ്ടായിരുന്നതാ നബി തങ്ങളെ ഒപ്പം കൊണ്ട് നടക്കാൻ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം നബി തങ്ങൾ അവരുടെ മനസ്സിലില്ലായിരുന്നു. നബി തങ്ങളുടെ കൂടെ അവർ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമ്മൾ വേണം, മുത്തു നബി നമ്മുടെ കൂടെ വേണം. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അള്ളാഹുവെ ആ കൂട്ടത്തിൽ പെടുത്തി തരണേ. അന്ത ഉമ്മുൻ അമ്മബു മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുക എന്നതിന് വലിയ മഹത്വമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ആ ദിവസമാണ് നിങ്ങൾക്ക് സ്വർഗം തരുന്നത്. എന്താ ആ ദിവസം സ്വർഗം തരുന്നതിന് ഇത്ര വലിയ മഹത്വം? ഇപ്പൊ എങ്ങോട്ടാ എത്തിപ്പെട്ടത്? സ്വർഗം തരും. എന്നാ സ്വർഗം തരിക? മുത്തുനബിയും മുത്തുനബിന്റെ അനുയായികളും വഷളാകാത്ത ദിവസം. എന്തപ്പോ അന്ന് മാത്രം സ്വർഗം കിട്ടുന്നതിന് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ട്? ദുനിയാവിൽ സ്വർഗം കിട്ടുന്നതിന് ഒരു കഥയുമില്ല. ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ദുനിയാവിൽ സ്വർഗായി എന്ന് പറഞ്ഞാൽ സുഖം എന്നാണല്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഖം, തലവേദന പോലും വന്നില്ല ദുനിയാവെന്ന്. ഫിർഔനെ പറ്റി എഴുതിയത് കാണാം ഒരു സ്ഥലത്ത്. ഫറോവ ലഅനത്തുല്ലാഹി അലൈഹി പഹയനെ കുറിച്ച് ഒരു സ്ഥലത്ത് എഴുതി വെച്ചത് കാണാം. ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഫറോവയെ പറ്റി. ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു സ്ഥലത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിഷ്കാത്തിന്റെ ആശയിലാണോ തോന്നുന്നു, ദർസ നടത്തിയപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, ഈ ജീവിതത്തിൽ ഒരു തലവേദന പോലും ഈ പഹയനുണ്ടായിട്ടില്ലല്ലോ. വിഷമം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ആഡംബര ജീവിതത്തിൽ അയാൾ ജീവിച്ചത്. ആഡംബര ജീവിതത്തിലാണ് ജീവിച്ചത്. അത് ഫറോവ ചക്രവർത്തിമാരുടെ ഒക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഒരുപാടുണ്ട്. ഇവൻ മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഫിറോൻ മാത്രമല്ല, ഫറോവ ചക്രവർത്തിമാർ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ ആ മമ്മികൾ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ പോയി കണ്ടാൽ അതൊക്കെ കാണാൻ കഴിയും. നമ്മൾ ആ ഖുദ്സ് യാത്രയിൽ അതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഹയൻ പല്ലുന്തി കിടക്കുന്നത് അതും കാണാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞയാൾ. അപ്പൊ ഏതായാലും ഒരു തലവേദന പോലും ജീവിതത്തിൽ വരാത്ത അത്രയും അധികം സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച മനുഷ്യനാണ്.
അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ ദുന്യാവിൻ്റെ എല്ലാ സുഖവും സൗകര്യമാണ് കൊടുക്കും. ഇഷ്ടം പോലെ തിന്നാൻ, ഇഷ്ടം പോലെ ഉടുക്കാൻ, ഇഷ്ടം പോലെ പാർക്കാൻ, എല്ലാം ഇഷ്ടം പോലെ, പെണ്ണും കള്ളും പണവും ഒക്കെ ഇഷ്ടം പോലെ. ഇങ്ങനെ ജീവിച്ച മനുഷ്യനുണ്ട്, ജീവിതത്തിൽ ഒരു തലവേദന പോലും വന്നിട്ടുമില്ല. സങ്കല്പിച്ചോ, ഇങ്ങനെയുള്ള ആള് നബി തങ്ങൾ പറയാ ജീവിതത്തിൽ പ്രയാസം എന്താണെന്ന് അയാൾക്ക് അറിയില്ല, സുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ മനുഷ്യനെ നാളെ നരകത്തിൽ ഇടണ്ട. നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു. കത്തിയാളുന്ന നരകത്തിന്റെ മുകളിൽ ഒന്ന് കാച്ചിയെടുത്തു എന്നർത്ഥം. എന്നാണ് വെച്ച് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇയാളോട് ചോദിച്ചാൽ നബി തങ്ങൾ പറയാണ്, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, ജീവിതത്തിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ മറുപടി മാ റഅയ്തു ഖൈറൻ ഖത്തു എന്നായിരിക്കും. ജീവിതത്തിൽ വല്ല നന്മയോ അനുഭവിച്ചിട്ടുണ്ടോ, സുഖവും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ മറുപടി ജീവിതത്തിൽ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നായിരിക്കും. കാരണം നരകത്തിൽ നിന്ന് വന്ന ഒരൊറ്റ തീനാളം ഒന്ന് കാഞ്ഞിട്ടുള്ളൂ, നരകത്തിലിട്ട് കരിച്ചിട്ടില്ല, ഒന്ന് കാച്ചിയെടുത്തിട്ടുള്ളൂ, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അതങ്ങോട്ട് നരകത്തിൽ ആവി അനുഭവിച്ചപ്പോഴേക്ക് ഈ മനുഷ്യൻ ദുന്യാവിലെ സുഖങ്ങൾ മുഴുവനും മറന്നുപോകും. ഷഫീഉനാ റസൂലുള്ളാഹി. ഇനി നിബിധങ്ങൾ അതേ ഹദീസിന്റെ തന്നെ മറുഭാഗത്ത് പറയാണ്, വേറൊരു മനുഷ്യൻ അയാൾ ജീവിതത്തിൽ സുഖം എന്താന്ന് അയാൾ അറിഞ്ഞിട്ടില്ല, ബുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പ്രയാസം, എന്നും കടവും പ്രയാസവും വേദനയും രോഗവും, എന്നും പ്രയാസങ്ങൾ. ഈ മനുഷ്യന് ജീവിതാന്ത്യം നല്ല നിലക്ക് മരിച്ചു, നടക്കണ കാലത്തൊക്കെ നല്ല നിലക്ക് ജീവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു, സങ്കടം തന്നെയാ ജീവിതത്തിലുള്ളത്. പക്ഷെ നാളെ അള്ളാഹു ഈ സങ്കടങ്ങൾക്ക് പകരം സ്വർഗം കൊടുത്തു. സ്വർഗത്തിലെ ആ പുഴയില് അയാളെ ഒന്നിങ്ങോട്ട് മുക്കിയെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നെഹ്റുൽ ഹയാത്ത് എന്ന പുഴയില് ഒന്നിങ്ങോട്ട് മുക്കിയെടുത്തിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെ ഉണ്ട്? ഹൽ റഅയ്ത ബുഅ്സൻ, ജീവിതത്തിൽ വല്ല പ്രയാസവും മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, മാ റഅയ്തു ബുഅ്സൻ ഖത്ത്, ഇന്ന് വരെ ജീവിതത്തിൽ ഞാനൊരു പ്രയാസം അനുഭവിച്ചിട്ടില്ല. കാരണം ഈ ഒരു സെക്കൻഡ് നേരത്തെ സുഖം കൊണ്ട് നേരത്തെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മറന്നുപോയി. ഒരു സെക്കൻഡ് നേരത്തെ ദുഃഖം കൊണ്ട് നേരത്തെ അനുഭവിച്ച സുഖങ്ങളൊക്കെ മറന്നു. ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് തിരിച്ചു. അപ്പൊ ആ ദിവസത്തിലെ സുഖവും ദുഃഖവുമാണ് സുഖവും ദുഃഖവും. ദുന്യാവിലെ സുഖവും ദുഃഖവും അല്ല. ഇവിടുത്തെ നരകവും സ്വർഗവും അല്ല. യഥാർത്ഥ നരകവും സ്വർഗവും അതാണ്. അതിനാണ് പറഞ്ഞത് യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു, അന്നാണ് ട്ടോ സ്വർഗം കിട്ടുക. അത് വലിയ സംഭവമാണ്. അത് കിട്ടിയാൽ പിന്നെ അയാൾക്കൊരു തളർച്ചയില്ല. അള്ളാഹു നമ്മളെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ ആ കൂട്ടത്തിൽ പെടുത്തി തരും. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ഇങ്ങനെ ആമീൻ പറയണം. അതാണ് ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാകും ഇന്നലെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക, എത്ര ഹൃദ്യമാണ് ഈ പറയുന്ന വരികളൊക്കെ. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് നൂറുഹും, മുഅ്മിനീങ്ങളുടെ പ്രകാശം, നബിതങ്ങളുടെയും മുത്തുനബിന്റെ ഒപ്പമുള്ളവരെയും പ്രകാശം. നൂറുഹും, തൗബ ചെയ്ത് മടങ്ങിയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഗുണ പറഞ്ഞത്, അവർക്കുള്ള പ്രകാശം യസ്ആ, അത് ഓടിക്കളിക്കും. നൂറുഹും യസ്ആ, അവർക്കുള്ള പ്രകാശം ഓടിക്കളിക്കും, പാഞ്ഞു കളിക്കും. എവിടെ? ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുന്നിലും അവരുടെ സൈഡുകളിലും വലതുഭാഗത്തും ഒക്കെ ആയിട്ട് ഈ വെളിച്ചം ഇങ്ങനെ പാഞ്ഞു നടക്കും. ഏതാ ഈ വെളിച്ചം? ഇതൊക്കെ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തുകൊണ്ട് അങ്ങ് തീരുമാനമാക്കാൻ പറ്റിയതല്ല. റസൂലുള്ള വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം എന്ന് പറഞ്ഞത് ഇവിടെ മാത്രമല്ല, ഇനി സൂറത്തുൽ ഹദീദിലുണ്ട്. ഇതേ വിഷയം സൂറത്തുൽ ഹദീദിൽ പറയുന്നുണ്ട്, വേറെയും സ്ഥലത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ, സിറാത്ത് പാലത്തിന്റെ അടുത്താണ്ട് എത്തുമ്പോൾ നല്ല ഇരുട്ട. സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ വളരെ നേർമയാണ്, അറിയാലോ, പണ്ട് മുതലേ കേട്ടുവരുന്നതല്ലേ. ഈ പാലത്തിലൂടെ കടന്നു പോകാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ, സുഹൃതം ചെയ്ത വിശ്വാസികൾക്ക്.
അല്ലാത്തവർ തെന്നി നരകത്തിലേക്ക് വീഴും. നരകത്തിന്റെ മുകളിലാണ് അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിലാണ് സിറാത്ത് പാലം സ്ഥാപിച്ചിട്ടുള്ളത്. അതിലൂടെ കടക്കണം. അതാ പണ്ടേ നമ്മുടെ കാരണവന്മാർ പറയും, എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ, എന്താ ഉസ്താദേ, എങ്ങനെയെങ്കിലും ഒന്ന് പാലാണ് കടന്നു കിട്ടണം. ഈ പാലാണത്. ആ പാലം കടക്കലാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വിഷയം. മൂമിനെ, എൻ്റെ പ്രിയപ്പെട്ട മൂമിനെ, 10-27 ദിവസത്തെ നോമ്പ് നോറ്റ് ഇതൊക്കെ കേൾക്കുമ്പം മനസ്സിന് വല്ല മാറ്റവും ഉണ്ടോ? നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അബു സഊദ് തങ്ങൾ പറയുന്നു, ഐ അല സിറാത്ത്, അതായത് സിറാത്ത് പാലത്തിലാണ് ഈ വെളിച്ചം വരിക. ഈ വെളിച്ചം എന്താണ്? എൻ്റെ നിസ്കാരമാണ്, എൻ്റെ നോമ്പാണ്, എൻ്റെ ഖുർആനാണ്, ഞാൻ പറഞ്ഞ വഅളാണ്, ഞാൻ എടുത്ത ക്ലാസ്സാണ്, നിങ്ങൾ കേട്ട വഅളാണ്, നിങ്ങൾ നൽകിയ സംഭാവനയാണ്. ഇതൊക്കെയാണ് മുഅ്മിനീങ്ങളെ നാളെ വെളിച്ചമായി സിറാത്ത് പാലത്തിൽ വരാനുള്ളത്. ആ സിറാത്ത് പാലത്തിലെ വെളിച്ചം മുന്നിലും സൈഡിലുമൊക്കെ കറങ്ങിക്കളിക്കും. ഓരോരുത്തരുടെയും കയ്യിലുള്ള അമലിനനുസരിച്ച് ആ വെളിച്ചം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ വലിയ മെർക്കുറി ബൾബുകൾ സ്ഥാപിച്ചു പോകുന്നവരെ പോലെ നല്ല ലൈറ്റില് അവരുടെ ഒരടി പോലും പിഴക്കാതെ ഓടിക്കടക്കുന്നവരുണ്ട്, പാഞ്ഞു കിടക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞു നീങ്ങി പലവട്ടവും നരകത്തിലേക്ക് വീഴുമെന്ന് ബേജാറായി. എന്താ കാരണം? ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചു പോയതിൻ്റെ പേരിൽ അങ്ങനെ എത്തി അവസാനം നരകത്തിൻ്റെ ഈ പാലം കടന്നു കഴിയുന്നത് വരെ നിരങ്ങി ഒപ്പിച്ച് വീഴോ എന്ന് പേടിച്ച് അവസാനം സ്വർഗത്തിലേക്ക് അടുത്തുന്നവരുണ്ട്. പടച്ചോനെ, റമദാന്റെ അവസാനത്തെ 10 ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെയും ആ ഒരു ലിസ്റ്റിലെങ്കിലും നീ പെടുത്തി തരണേ അല്ലാ. അതിലും പെട്ടില്ലെങ്കിൽ ഞങ്ങൾ വഷളാകും അല്ലാ. ഞങ്ങളെ നീ വഷളാക്കരുത് അല്ലാ. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അല്ലാഹുവേ, നീ ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനേ, ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് വല്ലാത്തൊരു സംഭവമാണ്. ഇതൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതേ. ഇതിങ്ങനെ കേൾക്കുമ്പം ഒരു സീരിയലിന്റെ എപ്പിസോഡ് കാണുന്ന രാഘവത്തോടെ അല്ല ഇത് കേൾക്കേണ്ടതും അനുഭവിക്കേണ്ടതും. ഇത് ഇന്നങ്ങട്ട് കണ്ണ് ചിമ്മിയാൽ എനിക്ക് വരാനുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് കണ്ണ് ചിമ്പി ഞാൻ നാളെ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരാൻ പോകുന്ന സംഗതികളാ അല്ലേ? ഇത് ഞാൻ അനുഭവിക്കണ്ടേ, നിങ്ങൾ അനുഭവിക്കണ്ടേ? അപ്പൊ സിറാത്ത് പാലത്തിൽ വെളിച്ചമായി രൂപപ്പെടുന്നത് നമ്മുടെ അമലുകളാണ്. എല്ലാം വരും. നോക്കൂ, നിങ്ങൾ വലിയ അമലുകൾ ചെയ്തവർ, സ്വലാത്ത് ധാരാളം ചൊല്ലിയവർ, നിസ്കരിച്ചവർ, ഒരുപാട് യതീമുകളെ സംരക്ഷിച്ചവർ, ഒരുപാട് പള്ളികൾ നിർമ്മിച്ചവർ, അവരൊക്കെ എത്രമാത്രം ലേറ്റായിരിക്കും അവർക്ക് നാനാഭാഗത്തു നിന്ന് വരാനുള്ളത്. ഒന്നാലോചിച്ച് നോക്ക്. വല്ലാത്ത സംഭവമാണ്. നമ്മൾ ചെയ്തതും നമ്മുടെ അനന്തര ഫലങ്ങളുമൊക്കെ നമ്മുടെ രേഖയിലേക്ക്, നമ്മുടെ കർമ്മരേഖയിലേക്ക് വരികയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. ഞാൻ ചെയ്തത് മാത്രമല്ല എന്നെ കണ്ടു ചെയ്തതും കൂടെ എനിക്ക് കിട്ടുന്നു പറയുമ്പം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്കത് ചെയ്യാൻ കാരണമായ ഉസ്താദുമാർക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞു തന്നത് ഉദ്ദേശ്യശുദ്ധി കുറവില്ലെങ്കിൽ, എനിക്ക് ഇഖ്ലാസോടുകൂടിയാണ് ഞാനിത് നിർവഹിക്കുന്നതെങ്കിൽ എനിക്കിതിന് കൂലി കിട്ടും. ഇത് കേട്ട് നന്നാകുന്ന ആളുകൾ അവർക്ക് എന്തായാലും പ്രതിഫലം കിട്ടും, ഉറപ്പ് തന്നെയാണ്. എന്നാൽ എനിക്ക് ഇഖ്ലാസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ നന്നാകുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. ആ മുഅ്മിനീങ്ങൾ നന്നാകുമ്പോൾ എത്രയോ മുഅ്മിനീങ്ങൾ വിളിച്ചു പറയാറുണ്ട്, ആ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ മാറ്റം ഉണ്ടായി, ഈ ക്ലാസ്സിൽ നിന്ന് ഇന്ന മാറ്റം ഉണ്ടായി. വല്ലാതെ നാണം തോന്നുന്ന നേരങ്ങളാണ് അതൊക്കെ അങ്ങനെ കേൾക്കുന്ന സമയത്ത്. കാരണം പടച്ചോനെ, സ്വന്തമായൊരു മാറ്റം എന്നാണ് സാധ്യമാകുക എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഖ്ലാസ് ഉണ്ടായാലും ഇഖ്ലാസ് ഇല്ലെങ്കിലും നിങ്ങളൊരാൾ നന്നായാൽ നിങ്ങൾക്ക് ഞാൻ ഈ പകർന്നു തന്ന വെളിച്ചം അത് എനിക്ക് കിട്ടും. നല്ല നിലക്കാണെങ്കിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ മുമ്പ് എന്നെ അറിവ് പഠിപ്പിച്ച എൻ്റെ വന്യരായ ഉസ്താദിന് അത് കിട്ടാതെ പോകൂല, എൻ്റെ ഉസ്താദുമാർക്ക് കിട്ടാതെ പോകൂല, എനിക്ക് ജന്മം നൽകിയ പിതാവിന് കിട്ടാതെ പോകൂല.
അങ്ങനെയാണ് സൂറത്തു യാസീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും നമ്മൾ ചെയ്തതും നമ്മെ കണ്ട് ചെയ്തതും നമ്മൾ കാരണമായി ഭൂമിയിലുണ്ടായ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതും, നമ്മളെ അക്കൗണ്ടിലേക്ക് എഴുതും. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്തൊക്കെ ഒരു പിടി അരിക്ക്, അല്ലെ, ഒരു പിടി അരിക്ക് മദ്രസയെ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാര്, അല്ലെ, തൂക്കരിക്ക് വേണ്ടി ദർസ് നടത്തിയിരുന്ന ഉസ്താദുമാര്, അല്ലെ, അവരൊക്കെ നമ്മളൊരു പോയത്തക്കാരായിട്ട് കണ്ടോ? അവർ വലിയ ലാഭം കണ്ടിട്ടായി പണിയെടുത്തത്. ഈ ഒരു പിടി അരിയല്ല അവരുടെ വിഷയം. അവരറിവ് പഠിപ്പിച്ച കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലത്തോളം, അവരെ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന കാലത്തോളം അത് എങ്ങോട്ടൊക്കെ പോകുന്നോ അതിൻ്റെ ഒക്കെ കൂലി ഇവർക്ക് ഇങ്ങനെ കിട്ടുക. ഞാൻ ചോദിക്കട്ടെ, മഖ്ദൂം തങ്ങൾ, ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയ മഖ്ദൂം തങ്ങളെ ആ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് ഉപയോഗിക്കുന്ന അത്ര ഏതെങ്കിലും ദർസിൽ വേറെ കിതാബ് ഉപയോഗിക്കുന്നുണ്ടോ? ലോകത്തെ കേരളത്തിലുള്ള ആയിരക്കണക്കിന് ദർസുകൾ, കേരളത്തിന്റെ പുറത്തുള്ളത്, ഗൾഫ് നാടുകളിലടക്കം മിസ്രിലൊക്കെ ഷാഫി മദ്ഹബുള്ളിടത്തൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫത്ഹുൽ മുഈൻ മലയാളിയായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ ദർസ് ഇങ്ങനെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എവിടെ നിന്നാണെങ്കിലും പള്ളി ദർസിലെ കുട്ടികളെ ഫത്ഹുൽ മുഈൻ ഓതാത്തൊരു പള്ളി ദർസ് ഉണ്ടാവൂല. ഇവിടുത്തെ ദർസിലും ഉണ്ടാവും, എല്ലാ ദർസിലും ഉണ്ടാവും. ഫത്ഹുൽ മുഈൻ ഒരു അടിസ്ഥാന കിതാബാണ്, അതെല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ആയിരക്കണക്കിന് പള്ളി ദർസുകളിലെ കുട്ടികള് ഈ ഫത്ഹുൽ മുഈന്റെ വരികൾ ഇങ്ങനെ ഉസ്താദുമാർ വായിച്ചു കൊടുക്കുമ്പം, കുട്ടികൾ ഓതിക്കൊടുക്കുമ്പം അവർക്ക് കിട്ടുന്നതിന്റെ പുറമെ അത് ദർസ് നടത്തിയ, അത് പഠിച്ച, അതെഴുതിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങ് കുഞ്ഞിപ്പള്ളിയിലെത്താതെ പോകൂല. അത് മനസ്സിലാക്കണം. കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂം തങ്ങളുടെ ആ മഖ്ബറയിലേക്ക് എത്താതെ ഒരിക്കലും അതങ്ങ് പോകൂല. എത്രയായിരിക്കും മഖ്ദൂം തങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് വരുമ്പം കൊണ്ടുവരാനുള്ളത്? ഒന്നാലോചിച്ചു നോക്ക്. നല്ലതിന് നേതൃത്വം നൽകിയാൽ വലിയ ഭാഗ്യ. ഒരു മുതഅല്ലിമിനെ, ഒരു കുട്ടിയെങ്കിലും മുതഅല്ലിമാക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് ഖൈറാണ്. ഇതൊക്കെ കൂട്ടത്തിൽ പറയാണ്. ജീവിതത്തിൽ ഒരു മദ്രസ സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഖൈറാണ്. നിങ്ങൾക്ക് അങ്ങനെ വരും. ഒരു പള്ളി എടുത്തു കൊടുത്താൽ ഖൈറാണ്. എന്തും നല്ലതിനു വേണ്ടി ഒരു ബസ് സ്റ്റോപ്പ് എടുത്തു കൊടുത്താൽ ഖൈറാണ്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും അവിടെ ഖൈറാത്തുകൾ നടക്കുന്ന കാലത്തോളം നിങ്ങൾ മരിച്ച എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരാൻ അത് മാത്രമേ മാർഗമുള്ളൂ. അത് വല്ലാത്തൊരു മാർഗമാണ്. ചെയ്യാം, പലർക്കും ചെയ്യാൻ പറ്റും. ജാരിയായ സദഖകൾ പലരും ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അതിന് അവസരം നോക്കണം. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. അങ്ങനെ വെളിച്ചം കിട്ടും. ഈ വെളിച്ചം സ്വീകരിക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ ഹദീദിലെ വരികളും കൂടെ വായിക്കട്ടെ. സൂറത്തുൽ ഹദീദിലാണ് ഇത് വളരെ ഹൃദ്യമായി പറഞ്ഞത്. ഒന്നും കൂടെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ സൂറത്തുൽ സന്തോഷിപ്പിക്കും, വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. സൂറത്തുൽ ഹദീദിലുണ്ട്. സൂറത്തുൽ ഹദീദ് 12, 13, 14 ഒക്കെ അത് തന്നെയാണ്. 15 വരെയുള്ള വരികൾ അതാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാക്കുമുൽ യൗം ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അളീം. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم النار هي مولاكم
വബിഅ്സൽ മസീർ. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? നബിയെ പരലോകത്തെ ഒരു ദൃശ്യം, ഒരു രംഗം നബി തങ്ങൾക്ക് അല്ലാഹു വിശദീകരിച്ചു കൊടുക്കുക. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിങ്ങൾ വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. പരലോകത്തെ പറ്റി പറയാൻ, നിങ്ങൾ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളും ഒക്കെ കാണും. എങ്ങനെയാ കാണുക? യസ്ആ നൂറുഹും, അവരുടെ നിസ്കാരവും നോമ്പും ഖുർആനോത്തും സദഖയും അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ വെളിച്ചായിട്ട് അവരുടെ മുന്നിലും അവരുടെ വലതുഭാഗത്തൊക്കെ ഓടിക്കളിക്കും. സിറാത്ത് പാലത്തിന്റെ അടുത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അപ്പൊ അവർക്ക് നല്ല വെളിച്ചമുണ്ട്, രക്ഷ ഉറപ്പാണ്. അപ്പൊ പിന്നെ അതിന്റെ പുറമെ ഒരു സന്തോഷ വാർത്തയായിട്ട് ഒരു അനൗൺസ്മെന്റും, ബുശ്റാകുമുൽ യൗം, ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കാണ് മുഴുവൻ സന്തോഷവും. ബുശ്റാകുമുൽ യൗം, ഇന്നാണ് സന്തോഷമായ സന്തോഷമെല്ലാം ഇന്ന് നിങ്ങൾക്കാ മക്കളെ. ബുശ്റാകുമുൽ യൗം. ആരോ അങ്ങനെ വിളിച്ചു പറയും, ബുശ്റാകുമുൽ യൗം. മലക്കുകളാണ് ഇത് പറയാ. ബുശ്റാകുമുൽ യൗം, എന്താ നിങ്ങൾക്ക് വലിയ സന്തോഷം എന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞത്? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന, ആറുകൾ ഒഴുകുന്ന സ്വർഗ്ഗാട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ നിങ്ങൾ കാലാകാലം കഴിഞ്ഞുകൂടും. ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഇത്രയും വലിയ സുഖലോക സ്വർഗത്തിൽ കാലാകാലം അധിവസിക്കുക, കഴിഞ്ഞുകൂടുക, അതല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് കേട്ടോ ലോകത്തെ ഏറ്റവും വലിയ വിജയം. അതാണ് ഏറ്റവും വലിയ ജയം. അവിടെ ജയിക്കണം. അള്ളാഹു അവിടെ ജയിക്കുന്നവരിൽ പെടുത്തട്ടെ. ഇവിടുത്തെ തോൽവിയും ജയവും തോൽവിയൊന്നും അല്ല. അവിടുത്തെ തോൽവിയും ജയവുമാണ്, ജയവും തോൽവിയും. എന്നിട്ട് പറഞ്ഞു, അന്നേ മുഅ്മിനീങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകും. എന്നാ മുനാഫിഖീങ്ങളുടെയും മുനാഫിഖാത്തുകളുടെ അവസ്ഥ എന്തായിരിക്കും? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേരത്തെ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, ഖുർആൻ വെച്ചിട്ടില്ല, ഇഷ്ടംപോലെ കളവും പറഞ്ഞു. അതൊക്കെയാണല്ലോ മുനാഫിഖീങ്ങളുടെ ലക്ഷണം. നമ്മളിങ്ങനെ വിചാരിച്ചു ഞാനൊന്നും ഇപ്പം അതിൽ പെട്ടതല്ല, അതിനപ്പം ഇത് പറയുന്നത്. ഞാനൊക്കെ പെട്ടവനാണോ അല്ലേ നമ്മൾ സ്വയം തീരുമാനിക്കുക. മുനാഫിഖീങ്ങളുടെ ലക്ഷണം എന്താ നബി പറഞ്ഞത്? കരാർ ചെയ്താൽ ലംഘിക്കും, തൊള്ള പൊളിച്ചാന്നോണ പറയും. അതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളും അത് തന്നെയാണ്. ചിലപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് മുനാഫിക്ക് എന്ന് പറയുമ്പോൾ ഒരു വേദന ഉണ്ടെങ്കിലും സംഗതി നമ്മൾ ചിന്തിച്ചാൽ മതി. മുനാഫിക്കുകളെ ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, ബിദ്അത്തുകാർ എന്തായാലും മുനാഫിക്കീങ്ങളാ, ഒരു തർക്കവുമില്ല. കാരണം റസൂലുള്ളാഹി അള്ളാഹിനും വേണ്ടതുപോലെ വിശ്വസ്തവരല്ല, അത് വേണ്ടതുപോലെ ഹൽക്കിന്റെ കീപ്പോട്ട് ഇറക്കിയോലല്ല. അസ്വൽ ബസ്രി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം അസ്വൽ ബസ്രി പറയുന്നുണ്ട്, ഈ ബിദ്അത്തുകാരായ ആളുകൾ ശരിക്കും മുനാഫിക്കീങ്ങളാണ്. പക്ഷേ ഈ മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതിനേക്കാളും വലിയ മുനാഫിക്കീങ്ങളാണെന്നുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മുനാഫിക്കീങ്ങൾ പരസ്യമായിട്ട് അവർ ഈ നിഫാക്ക് വിളിച്ചു പറയില്ലായിരുന്നു. പേടിയുണ്ടായിരുന്നു സഹാബത്തിനെ. അതുപോലെ ഉള്ളിലിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ ചെയ്യാം. അങ്ങനെയാണ് അന്നത്തെ മുനാഫിക്കങ്ങളുടെ അവസ്ഥ. ഇന്നത്തെ മുനാഫിക്കങ്ങൾ പരസ്യമായിട്ട് റസൂലുള്ളാഹിനെ ചീത്ത അറിയണമെന്ന് ഒരു ബേജാറുമില്ലാതെ പറയാണ്. കാരണം ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യത്തിൽ. അപ്പം ഇവരാണ് കൂടുതൽ കടുപ്പെന്ന് ഹസനുൽ ബസരി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ട് പറയാണ്, ഇന്ന് നമ്മളെ ഇടയിൽ പലപ്പോഴും റസൂലുള്ളാഹിന്റെ ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ നരകത്തിലാണ്ട് പിടിച്ചൊതുക്കാഞ്ഞാൽ ഉറക്കം വരാത്തൊരു ടീമുണ്ട്. അവരൊക്കെ കഥ ആലോചിക്കുമ്പോൾ, ഹാലാലോചിക്കുമ്പോൾ വലിയ സങ്കടമാണ്. അപ്പം മുനാഫിക്കീങ്ങളും മുനാഫിക്കാത്തുകളും അതാരാണ്? പരമധൈര്യത്തിൽ നാളെ ഒരു ദിവസം വരാനുണ്ട് എന്ന് പേടിക്കാതെ നടന്നോല് മുനാഫിക്കീങ്ങളുടെ സ്വഭാവം. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് പോകുക, ഒന്ന് ദ്വാരപ്പിക്കുക, പാപം പൊറുക്കുന്നു പറയുമ്പോൾ അതിന് കൂട്ടാക്കാത്തോല് ഓലൊക്കെയാണ് മുനാഫിക്കീങ്ങൾ. സൂറത്തുൽ മുനാഫിഖൂനയിൽ മുനാഫിക്കീങ്ങളുടെ ലക്ഷണം പറയുന്നുണ്ട്. അതിൽ നിന്ന് ചിലത് എണ്ണിയതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. സൂറത്തുൽ മുനാഫിഖൂന ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട് 3 ദിവസം. സൂറത്തുൽ മുനാഫിഖൂൻ, അതിൽ മുനാഫിക്കീങ്ങളുടെ ലക്ഷണം മുഴുവനും പറയുന്നത്. അതിൽ മാത്രമല്ല മുനാഫിക്കീങ്ങളുടെ ലക്ഷണം ഉള്ളത്, സൂറത്തു തൗബയിൽ ധാരാളമുണ്ട് മുനാഫിക്കീങ്ങളുടെ ലക്ഷണം. പക്ഷേ സൂറത്തുൽ മുനാഫിഖൂൻ അത് തന്നെ വേറൊരു വർത്തമാനമില്ല. മുനാഫിക്കീങ്ങൾ ആരാന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ പറഞ്ഞ ഗുണമൊക്കെ, ആ ദുർഗുണങ്ങളൊക്കെ നമ്മളെ ഇടയിൽ പലർക്കും ഉണ്ട്. അപ്പം അത്തരം കപടന്മാർ, മാപ്പിളയെന്ന് പറഞ്ഞു നടക്കണവൻ എന്ന് പറയാം, അവര് വിളിച്ചു പറയും ലില്ലദീനാമനു, സാക്ഷാൽ മുഅ്മിനീങ്ങളോട്, ശരിയായ വിശ്വാസികളോട് അവർ വിളിച്ചു പറയും എന്ത്? ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും,
ഉൻദുറൂന പ്ലീസ് നമ്മളെയും കൂടെ ഒന്ന് കാത്തു നിൽക്കുമോ? ഇവർ വിളിച്ചു ചോദിക്കും. എന്താ കാരണം? ഇവർക്ക് വെളിച്ചമുണ്ടാവില്ല സിറാത്ത് പാലത്തുമ്മ കടക്കാൻ. മുമ്പിൽ പോകുന്ന മോമിനിയങ്ങളൊക്കെ വലിയ ലൈറ്റുമായിട്ട് ഇങ്ങനെ പോവുക. ബാക്കിക്ക് ലൈറ്റ് ഉണ്ടാവില്ല, മുന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരുടെ മുമ്പിലേക്ക് നടക്കാൻ മാത്രം ടോർച്ചടിച്ച് പോകുന്നത് പോലെ. ബാക്കോട്ട് ഉണ്ടാവില്ല, മുന്നോട്ട്. അങ്ങനെ ഈ മുന്നിൽ ഇവർ നല്ല ലൈറ്റിൽ ഇങ്ങനെ ഓടിയും നടന്നും ഒക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ബാക്കിൽ വരുന്ന മുനാഫിക്കങ്ങൾ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് പറയും, ഉൻദുറൂന, നമ്മളെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യോ, നമ്മക്കും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ, നമ്മളെ ഒന്ന് കാത്തു നിൽക്കുവോ? ഇവർ പറയും, ഞങ്ങളും കൂടെ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്ന് ഇവർ പറയും. ഇതുപോലെ നമ്മൾ അർദ്ധരാത്രി വന്നു, നമ്മുടെ റോട്ടിൽ ബസ് ഇറങ്ങി, വീട്ടിലേക്കൊരു ഇടവഴിയിലൂടെ അങ്ങനെ പോകണം. ആ ഇടവഴിയിലൂടെ നടന്നു പോകാൻ ലൈറ്റില്ല. വല്ല ഇഴജന്തുക്കളും വഴിയിൽ കിടക്കുന്നുണ്ടോ എന്നൊരു ഉൾഭയം അങ്ങനെ വന്നാൽ പിന്നെ അങ്ങനെയാണ് ഒരു പേടി. അപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തെത്തിയിരിക്കുന്നു നമ്മുടെ അയൽക്കാരൻ. അയാൾ കടയടച്ചിപ്പോൾ വരുന്നുള്ളൂ. അയാൾ ടോർച്ച് അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഉറപ്പാണ് മേമാക്ക കടയടച്ച് വരികയാണ്. നമ്മളെ വീട് കഴിഞ്ഞിട്ട് 4 വീട് അപ്പുറത്താണ് അയാളുടെ വീട്. ഇയാളിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉറക്കെ വിളിക്കുകയാണ്, മേമാക്ക ആ ടോർച്ച് ഒന്നും ഇങ്ങോട്ട് അടിച്ചു തരുമോ? എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല, വെളിച്ചല്ല, ഒന്ന് അടിച്ചു തന്നാൽ എനിക്കും ആ ലൈറ്റ് കണ്ടൊന്ന് അങ്ങോട്ട് പോരാനാണ്. അങ്ങനെ ഒരാളിങ്ങനെ പോകുമ്പോൾ ഞാൻ ആളെ അറിയില്ലെങ്കിലും നമ്മൾ പറയും, എന്നെയും കൂടെ ഒന്ന് കാത്തു നിൽക്കുമോ, എന്നോടൊന്ന് സഹകരിക്കുമോ എന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അയാള് ആ ടോർച്ച് നീട്ടി ഇങ്ങ് അടിച്ചു തന്നു. നമ്മൾ ആ ടോർച്ചിന്റെ ലൈറ്റ് കണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെന്നു. അയാളെ നമ്മളെ വീട്ടിൽ കയറ്റം നമ്മളാക്കി തന്നു. അയാൾ പോയി. എന്തൊരു നന്ദിയാ നമ്മൾ അയാളോട് പറയാം. സിറാത്ത് പാലെന്ന് പറഞ്ഞ പാലം വല്ലാത്ത പാലാ. അത് നമ്മളെ ഇടവഴിയിൽ വെളിച്ചം ചോദിച്ചിട്ട് സഹകരിച്ച ആചാര്യോട് അതിനെ ഉപമിപ്പിക്കരുത്. കാരണം ഇവിടെ ഇനിയിപ്പോൾ അയാൾ അടിച്ചു തന്നില്ലെങ്കിലാണ് പോയാൽ ഒന്നും പറ്റൂല. വളരെ ചെറിയ സാധ്യതയുള്ളൂ അപകടത്തിന്. അല്ലെങ്കിൽ അയാൾ പോയാൽ മതി, ഒന്നും പറ്റൂല. ചെറിയ സാധ്യതയെ അപകടത്തിനുള്ളൂ. ഇവിടെ വെളിച്ചല്ലേ, അപകടം ഉറപ്പാ. അവിടെയാ നമ്മൾ വിളിക്കുന്നത്, ഉൻദുറൂന, ഒന്ന് ഞങ്ങളെ കാത്തു നിൽക്കുവോ, ഞങ്ങൾക്കൊന്ന് കാത്തു നിൽക്കുവോ, ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കുവോ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ വെളിച്ചം ഞങ്ങളും കൂടെ സ്വീകരിച്ചോട്ടെ, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്നൊരു ഊഴം ഞങ്ങളും പിടിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വെളിച്ചം കണ്ട് ഞങ്ങളും ഒന്ന് പാലം കടന്നോട്ടെ, ഒന്ന് സഹകരിക്കുവോ. സൂറത്തുൽ ഹദീദ് എടുത്തു നോക്ക്, അതിൽ കാണുന്ന വരികളാ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഖീല, മുന്നിൽ നിന്ന് മറുപടി വരുന്നു. ഖീല, മറുപടി കിട്ടും. ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ, എല്ലാവർക്കും ലൈറ്റ് വിതരണം ചെയ്തൊരു കൗണ്ടർ ഉണ്ട് പിന്നാമ്പുറത്ത്. പിന്നോട്ട് മടങ്ങിപ്പോയി ലൈറ്റ് വിതരണം ചെയ്തിരുന്ന കൗണ്ടറിൽ പോയി ഫൽതമിസൂ നൂറ, വെളിച്ചം ചോദിച്ചോ, ഞങ്ങൾക്ക് തന്നെ വേണം. നമ്മള് മേമാക്കാനെ വിളിച്ചപ്പോൾ മേമാക്ക പറയാണ്, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ടോർച്ചാ, നിനക്ക് വേണമെങ്കിൽ ഇജ്ജ് ടോർച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കോ പറഞ്ഞിട്ട് മുപ്പരാണ്ട് പോയാൽ എന്തൊരു വേദന ഉണ്ടാവും. ഇയാൾ പറയാണ്, ഇവിടെ എൻ്റെ വെളിച്ചം എനിക്ക് തന്നെ വേണം, സഹകരിക്കാൻ ഒരു മാർഗവുമില്ല മോനെ. ഞങ്ങൾക്കൊക്കെ വെളിച്ചം കിട്ടിയത് അവിടെ, വെളിച്ചം വിതരണം ചെയ്യുന്നത് കൗണ്ടർ ഉണ്ട്, അവിടെ പോയിക്കോ. ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരവിടെ ചൊല്ലും. അപ്പോൾ അവിടെ വെളിച്ചല്ല. വീണ്ടും ഓടി വന്നിട്ട് ഇവർ വിളിക്കും, എടാ അവിടെ എല്ലാം തീർന്നിരിക്കുന്നു, ഒന്ന് സഹകരിക്കുമോ. അപ്പോഴേക്ക് ഫദുരിബ ബൈനഹും ബിസൂർ, ഫദുരിബ ബൈനഹും ബിസൂർ, അവർക്കിടയിൽ, മുന്നിൽ പോയവരുടെയും പിന്നിൽ വരുന്നവരുടെയും ഇടയിൽ ഒരു ഭിത്തി കൊണ്ട് മറയിടും. ഫദുരിബ ബൈനഹും ബിസൂർ, ഒരു ഭിത്തി ഇങ്ങോട്ട് വീഴും, പെട്ടെന്നൊരു മതിലിങ്ങോട്ട് വീഴും, ഒരു മറ. ആ മറ ഇങ്ങ് വീണാൽ ലഹു ബാബുൻ, ആ ഭിത്തിക്ക് ഒരു കവാടമുണ്ട്. ആ കവാടം ലാഹിറുഹു ബാത്തിനുഹു ഫീഹി റഹ്മ, അതിൻ്റെ ഉള്ളിൽ മുഴുവനും സുഖവും സൗകര്യവും സന്തോഷവുമാണ്. വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിൻ്റെ പുറം ഭാഗത്ത് മുഴുവനും അദാബോട് അദാബാണ്. ഇപ്പുറത്ത് അദാബ്, അപ്പുറത്ത് സുഖം. അങ്ങനെ ഭിത്തി അങ്ങോട്ട് വീഴും. അവരവരുടെ ലോകത്ത്, ഇവരിവരുടെ ലോകത്ത്. പിന്നെ ആ ഭിത്തി നീങ്ങി പിന്നെ ഇവർ കടക്കണം, നടക്കൂല. അപ്പൊ ഇവർ വിളിക്കും. ഭിത്തി വീണപ്പോൾ ആളെ കാണുന്നില്ല, അപ്പൊ മറഞ്ഞുപോയി അവർ. അപ്പൊ ഇവർ ഉറക്ക വിളിക്കും, മതിലിന്റെ അപ്പുറത്തേക്ക് വിളിക്കുക. യുനാദൂനഹും അലം നകും മഅകും,
ഇവരവരെ വിളിച്ചുകൊണ്ട് ചോദിക്കും അലം നക്കും മഅക്കും. തഫ്സീർ ഗ്രന്ഥങ്ങൾ പറയുന്നു ഐ ഫി ദുനിയ, ദുനിയാവിൽ നമ്മൾ നിങ്ങളൊപ്പല്ലായിരുന്നോ? നമ്മളൊപ്പല്ലേടാ പള്ളിയേക്ക് പോയിന്. നമ്മൾ രണ്ടാളും ഒരു സംഘടനയിലല്ലേ പ്രവർത്തിച്ചിരുന്നത്? ഒറ്റ കൊടിയല്ലേ പിടിച്ചിരുന്നത്? ഒരു ക്ലാസ്സിലല്ലേ പഠിച്ചത്? അല്ല, ഒരു ബെഞ്ചിലല്ലേ നമ്മൾ ഇരുന്നിരുന്നത്? അലം നക്കും മഅക്കും, എല്ലാത്തിനും നമ്മൾ ഒപ്പായിരുന്നില്ലേ? ഇവിടെ എങ്ങനെ കൈയൊടിക്കാൻ പറ്റുമോ സുഹൃത്തിനെ? ഒന്ന് സഹകരിക്കടാ എന്ന് പറയുമ്പോ മറയുടെ അപ്പുറത്ത് നിന്ന് മറുപടി പറയാൻ ഖാലൂ ബലാ, സംഗതിയൊക്കെ ശരിയാ, സംസ്കരിച്ചിരുന്നതൊപ്പാണ്, നോമ്പ് വെച്ചിരുന്നതൊപ്പാണ്, പ്രവർത്തിച്ചിരുന്നതൊപ്പാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ സംഗതിയൊക്കെ ശരിയാണെങ്കിലും ഫതൻതും അൻഫുസകും വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറതുകുമുൽ അമാനി, നിങ്ങളെ പറ്റിച്ചത് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾ തന്നെയാണ്. അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രതീക്ഷ വെച്ചു, വലിയ വ്യാമോഹങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട് എന്തായാലും രക്ഷപ്പെടുന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ അമല് കുറച്ചുപോയി. തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടായില്ല. വർത്തബുത്തും, നിങ്ങൾ പേടിച്ചു. ഫതൻതും അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ അപകടത്തിൽപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാ, ഞങ്ങളെ കൊള്ള തട്ടിക്കേറണ്ട. വർത്തബുത്തും, നിങ്ങൾ സംശയിച്ചു. നിങ്ങൾക്ക് സംഗതിയൊക്കെ ശരിയാണ്, നമ്മളൊക്കെ ഒരു സംഘടനയെ തന്നെയാണ് പ്രവർത്തിച്ചത്, ഒരു ക്ലാസ്സിലാ പഠിച്ചത്, ഒരു സ്കൂളിലാ പഠിച്ചത്, ഒരു ബെഞ്ചിലായിരുന്നത്. പക്ഷേ പറയുന്നതിൽ ദീനിനെ പറ്റി പറയുമ്പോൾ, ദീനിയായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിലൊക്കെ നിനക്ക് സംശയം തോന്നി. അങ്ങനെ ഒരു പാലോ, അങ്ങനെ ഒരു സ്വർഗോ, അങ്ങനെ ഒരു നരകോ അതൊക്കെ ഉണ്ടാവുമോ? അതോ ഓലപ്പാമ്പാണോ എന്നൊക്കെ എപ്പോഴെങ്കിലും നിനക്ക് തോന്നി. ആ തോന്നിയത് കൊണ്ടാണ് നിനക്ക് ഇവിടെ നഷ്ടപ്പെട്ടത്. വർത്തബുത്തും, സംശയം കുടുങ്ങി. ഒരു സുഹൃത്തെന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ രോഗം ഇതാണ്, സംശയം. ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പരലോകമുണ്ടോ എന്ന് ഇങ്ങനെ തോന്നുകയാണ്. ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മനസ്സിനോട് ഇങ്ങനെ പറയാം, എനിക്ക് ഉറപ്പാ പരലോകമുണ്ട് അയാൾ പറയുന്നു. പക്ഷേ പിശാച്ച് ഇങ്ങനെ വന്ന്, പിശാച്ചിൻ്റെ ഒരു വേലയാണ്, പിശാച്ചിൻ്റെ ഒരു വേലയാണ്. അള്ളാഹു കാക്കട്ടെ, വസ്വാസുകളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. കാരണം അവൻ എങ്ങനെയൊക്കെ പണിയെടുക്കാൻ പറ്റും നോക്കും. വേറെ ഒരു നിൽക്കുമ്പോഴെങ്കിൽ ഇത്തരം പണികളുമായിട്ട് വരും. എങ്ങനെയൊക്കെ നമ്മളെ നശിപ്പിക്കാൻ പറ്റുമെന്നാണ് അവൻ്റെ ചിന്ത. അള്ളാഹു ഈമാൻ സലാമത്താക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പടച്ചോനെ, ഈമാൻ സലാമത്തായി നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ ഇരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെ ബന്ധുക്കൾക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇവിടെ ഉള്ള ആളല്ല കേട്ടോ, വേറൊരു സദസ്സും എന്നോട് പറഞ്ഞതാണ് ചെറുപ്പക്കാരൻ. അതുകൊണ്ടൊന്ന് ദ്വാരക്കണം. അങ്ങനെ വെറുതെ തോന്നിപ്പോവാണ്, സംശയം അങ്ങനെ തോന്നിപ്പോവാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു വഗറത്തുകുമുൽ അമാനിയു, അതുപോലെ മോഹങ്ങളാ നിങ്ങളെ പറ്റിച്ചത്. വഗറത്തുകുമുൽ അമാനിയു, മോഹങ്ങളാ നിങ്ങളെ പറ്റിച്ചത്. അതിമോഹങ്ങളാ പലരെയും പറ്റിക്കുക. സംഭവമൊക്കെ ശരിയാണ്, നമ്മളൊരു ക്ലാസ്സിലായിരുന്നു, ഒരു ബെഞ്ചിലായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ നീ ചില മോഹങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട്, നിന്റെ ചില മോഹങ്ങൾ പൂവണിയാൻ വേണ്ടി നീ വല്ലാതെ വേണ്ടാത്തരം ചെയ്തു. ആ മോഹങ്ങൾ പറ്റിക്കുക, ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ വലിയ മോഹങ്ങളാണ്, വലിയ വലിയ മല പോലെയുള്ള മോഹങ്ങളാണ് മനസ്സിലുള്ളത്. അതൊക്കെ നടക്കണമെങ്കിൽ ലോൺ എടുക്കണം, അതൊക്കെ നടക്കണമെങ്കിൽ ലോൺ എടുക്കണം. ഒരു മനുഷ്യനെ പോലെ ജീവിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകാം. പക്ഷേ ലോൺ എടുക്കണം എന്ന് തോന്നി ഈ മോഹങ്ങൾ പൂർത്തീകരിക്കാനാണ്. മോഹങ്ങളാ നിന്നെ പറ്റിച്ചത്. അതൊരു ഉദാഹരണാട്ടോ, ഉദാഹരണമാണ് ഈ പറയുന്നതൊക്കെ. വഗറത്തുകുമുൽ അമാനിയു, ഒക്കെ വല്ലാത്ത വാക്കുകളാ പറഞ്ഞത്. മോഹങ്ങളാ നിങ്ങളെ പറ്റിച്ചത്, വ്യാമോഹങ്ങളാ നിങ്ങളെ പറ്റിച്ചത്, അതിമോഹങ്ങളാ നിങ്ങളെ പറ്റിച്ചത്. അതില്ലായിരുന്നെങ്കിൽ, ഈ ആർത്തികൾ നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടതുപോലെ നിങ്ങളും രക്ഷപ്പെടുമായിരുന്നു. സിറാത്ത് പാലത്തിൽ വീണ മറയുടെ അപ്പുറത്ത് നിന്ന് മുഅ്മിനീങ്ങൾ വിളിച്ചു പറയുന്നു മുനാഫിഖീങ്ങളോട്, ഹത്താ ജാഅ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ തീരുമാനമാകുന്ന മരണം വന്നു. പിശാച്ച് നിങ്ങളെ പറ്റിക്കുന്നത് വരെ നിങ്ങൾ അങ്ങനെ തന്നെ പോയി. നിങ്ങളെ പിശാച്ച് പറ്റിച്ചതാണ്. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനൽ ലദീന കഫറു, ഇന്ന് നിങ്ങളിൽ നിന്നൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കൂല മുനാഫിക്കുകളെ. നിങ്ങൾ എത്ര കരഞ്ഞിട്ടും കാര്യമല്ല. ഇതൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞുപോയി. കരയാനും തൗബക്കും ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇനി ചാൻസ് ഇല്ലട്ടോ. വലാ മിനൽ ലദീന കഫറു, നിങ്ങളിൽ നിന്നല്ല, നിഷേധികളിൽ നിന്നും, നിങ്ങളിൽ നിന്നും, തെളിഞ്ഞ നിഷേധികളിൽ നിന്നും
ഇന്ന് ഒരു പ്രായശ്ചിത്തവും ഇവിടെ സ്വീകരിക്കപ്പെടില്ല. വീണ്ടെടുക്കാൻ ഒരു പരിഹാരക്രിയയുമില്ല. മഅ്വാക്കുമുന്നാർ, ഇന്ന് നിങ്ങളുടെ അഭയകേന്ദ്രം, ഇന്ന് നിങ്ങളുടെ സങ്കേതം ഈ പാലത്തിന്റെ താഴ്ഭാഗത്ത് കത്തിയാളുന്ന നരകമാണ്. മഅ്വാക്കുമുന്നാർ ഹിയ മൗലാക്കും, ആ നരകം തന്നെയുണ്ടല്ലോ നിങ്ങളെ ഏറ്റെടുക്കാൻ മാത്രം. ആ നരകത്തിൽ കിടന്നു തൊലഞ്ഞോ. വബിഅ്സൽ മസീർ, എത്ര വൃത്തികെട്ട റിട്ടേണാണ്, മടക്കമാണ് നിങ്ങൾക്ക് വന്നു കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ വരുത്തി വെച്ചതല്ലേ? മറയുടെ അപ്പുറത്ത് നിങ്ങട്ട് ചോദിക്കും. അള്ളാഹു അപ്പുറത്തുള്ള മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഇപ്പുറത്തുള്ള ദുഷ്ടന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഉണ്ടാകാൻ പോണ കഥയാണ് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ ഖുർആനാണ്. ആരോ വയല് പറഞ്ഞ് പേടിപ്പിക്കല്ല, കഥ പറഞ്ഞ് പേടിപ്പിക്കല്ല. ഖുർആൻ, നിങ്ങൾ എപ്പോഴും ഖത്തം തീർത്ത് ഇങ്ങനെ ഓതുന്ന ഖുർആനിലുള്ള കാര്യങ്ങളപ്പോൾ ഈ പറഞ്ഞൊക്കെ. ഒന്ന് പേടിക്കണം. ഈ ദിവസത്തിന് വേണ്ടി ഒരു ഒരുക്കം നമ്മുടെ അടുത്തുണ്ടാവട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മോമിനിങ്ങളെ, സമയം കഴിയുന്നു. ഇനി ബാക്കിയുള്ളത് അർത്ഥം വെച്ചിട്ടാണ് തീർക്കുകയാണ്. അതേ നടക്കുള്ളൂ. 8 ആയത്താണ് ഇപ്പോൾ ആയത്. ഇനി 9, 10, 11, 12 4 ആയത്ത്. യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം വബിഅ്സൽ മസീർ. യാ അയ്യുഹൻ നബിയ്യു, ഓ നബിതങ്ങളെ, ആയതുകൊണ്ട് കുഫാരിങ്ങളും മുനാഫിക്കീങ്ങളും തൊലഞ്ഞവരാണ് ഇപ്പൊ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? തങ്ങൾ നാളെ ഈ കുഫാരിങ്ങളും മുനാഫിക്കുകളും തൊലഞ്ഞവരായതുകൊണ്ട് യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ, കുഫാറിനോടും മുനാഫിക്കീങ്ങളോടും നിങ്ങൾ സമരം പ്രഖ്യാപിക്കണം. സമരം പ്രഖ്യാപിക്കണം. വഗ്ലുദ് അലൈഹിം, അവരോട് നിങ്ങൾ കടുത്ത നിലപാട് സ്വീകരിക്കണം. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. വബിഅ്സൽ മസീർ, വൃത്തികെട്ട മടക്കമാണ് നരകം. അല്ലാഹു കാക്കട്ടെ. ഇവിടെ ഈ ജിഹാദ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വിശദീകരണ ആവശ്യം പോലെ ഇതിൻ്റെ മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് തെറ്റിദ്ധരിക്കുന്ന ഒരു സമയത്തും അത് വിവാദമായ സമയത്തും നന്നായി നടത്തിയിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ജിഹാദിൻ്റെ അർത്ഥം എന്താണ്? ജിഹാദ് യുദ്ധമല്ല, സമരമാണ്. സമരവും യുദ്ധവും തമ്മിൽ മാറ്റമുണ്ടോ? കുഫാറുകളും മുനാഫിക്കീങ്ങളും നിങ്ങളുടെ റൂട്ടിൽ നിന്ന് തിരിച്ചു കളയാൻ ശ്രമം നടത്തുമ്പം നിങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. അതാണ് പോരാട്ടം. പോരാട്ടത്തെ ആരും എതിർക്കുന്നില്ല, സമരത്തെ ആരും എതിർക്കുന്നില്ല. അതേസമയം യുദ്ധത്തെ എല്ലാവരും വിമർശിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉദാഹരണ സഹിതം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ജനിച്ച നാട്ടിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന പലസ്തീനികൾ സമരത്തിലാണ്. അതേസമയം അവരുടെ മണ്ണിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന ഇസ്രായേൽ യുദ്ധത്തിലാണ്. അവരെ സഹായിക്കുന്ന അമേരിക്ക യുദ്ധത്തിലാണ്. ഇതാണ് വേഗം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. സമരവും യുദ്ധവും തമ്മിൽ മാറ്റമുണ്ട്. എന്നുപോലെ ജിഹാദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യുദ്ധമല്ല, അത് സമരമാണ്. ഇസ്ലാമിക സമരങ്ങളൊക്കെ സമരമാണ്, ഒന്നും യുദ്ധമല്ല. ബദർ യുദ്ധം എന്നൊക്കെ എന്തോ നമ്മളെ പ്രയോഗത്തിൽ വന്ന ഒരു സംഗതിയെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ ഞാനും അറിയാതെ പറഞ്ഞു പോയിന്ന് വരും. സംഗതി അതല്ല ശരിക്കുള്ളത്. ബദർ സമരമാണ്, ഉഹദ് സമരമാണ്, ഖന്തക്ക് സമരമാണ്, ഒക്കെ അങ്ങനെയാണ്. അപ്പൊ സമരക്കളങ്ങളാണ്. യുദ്ധം എന്ന് പറഞ്ഞുകൂടെ അതിനെപ്പറ്റി. ഏതായാലും ബദർ സമരക്കളത്തിലും ഉഹദ് സമരക്കളത്തിലും ഖന്തക്ക് സമരക്കളത്തിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾ പോരാടിയിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. എന്താ കാരണം? നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. അത് നിങ്ങൾ നടത്തണം. പിന്നെ ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇപ്പം നമ്മൾ പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നൊരു വാക്കുണ്ട്. അതെന്താ? ജാഹിദ് എന്ന് കേൾക്കുമ്പോഴേക്ക് കത്തിൻ വാളുന്ന് അർത്ഥം വെക്കണോലുണ്ട്. അങ്ങനെ വെക്കണ്ട. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് ഈ ജിഹാദ് ജിഹാദ് എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പല അഭിപ്രായങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് വൽ ഖൗലു സാലിസു വഹുവ സഹീഹ്, ഏറ്റവും നല്ല അഭിപ്രായം, മൂന്നാമത്തെ അഭിപ്രായം, ഏറ്റവും ശരിയായ അഭിപ്രായം, അന്നൽ ജിഹാദ ഇബാറത്തുൻ അൻ ബസ്ലിൽ ജുഹദ്.
ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സകല ശ്രമവും നടത്തുക എന്നാണ് അതിന്റെ അർത്ഥം. സകല ശ്രമം, ജുഹദ് എന്നതിൽ നിന്നാണ് ജിഹാദ് വന്നത്. ജുഹദ് എന്ന പദത്തിന്റെ അർത്ഥം കഷ്ടപ്പെടുക എന്നാണ്, പ്രയാസപ്പെടുക, ശ്രമം നടത്തുക, കഠിന ശ്രമം നടത്തണം, സകല ശ്രമങ്ങളും നടത്തുക. എന്ത്? സത്യം ഉറപ്പിക്കാൻ വേണ്ടി സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വലൈസ ഫിൽ ലഫ്ദ്, ജിഹാദ് എന്ന വാക്കിലില്ല മാ യദുല്ലു അലാ അന്ന ദാലികൽ ജിഹാദ ബിസ്സൈഫ്, വാളുകൊണ്ടാണ് ജിഹാദ് എന്ന് അറിയിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഇല്ല. വാളുകൊണ്ട് മാത്രമേ ജിഹാദുള്ളൂ. നാവുകൊണ്ട് ജിഹാദില്ലേ? നാവുകൊണ്ട് നടത്തുന്ന ജിഹാദാണ് ഈ പ്രസംഗം. നാവുകൊണ്ട് ജിഹാദുണ്ട്, മനസ്സുകൊണ്ട് ജിഹാദുണ്ട്. ജിഹാദ് പലതരത്തിലാണ്. അപ്പൊ ഏതാവട്ടെ പറഞ്ഞത്, ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ധർമ്മസമര രംഗത്ത് നിങ്ങൾ സജീവമാവണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങളെ മുടക്കാൻ വരുന്ന ഈ ശത്രുക്കളെ പൂർണ്ണമായും നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ വൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളോട് സമരത്തിൽ ഏർപ്പെടണം. ഖൽബ് കൊണ്ട് വെറുക്കെങ്കിലും വേണം മുനാഫിഖീങ്ങളെ, കപടന്മാരെ. അള്ളാഹിന്റെ റസൂലിന്റെ അമ്മയും ബാപ്പയും നരകത്തിലാന്ന് പറയുന്ന കപടന്മാരെ വെറുത്തില്ലെങ്കിൽ ആരെയാ നമുക്ക് വെറുക്കാനുള്ളത്? അവരെ മനസ്സുകൊണ്ട് വെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നുണ്ടോ ഒരു ഈമാൻ? പിന്നെ ഒരു ഈമാനുണ്ടോ? അബൂജഹലിനെയും അള്ളാഹിന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു മനസ്സോ? അങ്ങനെ ഉണ്ടാവില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മനസ്സിന് അബൂജഹലിനോട് വെറുപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്നവരെ സഹിക്കാൻ കഴിയില്ല, മുഅ്മിനീങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഉറപ്പാണ് ആ കാര്യം. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്ത് ഷാമിലേക്ക് ഒരു കാളിയെ നിയമിച്ചു. ഷാമിലെ കാളിയായിട്ടൊരാളെ നിയമിച്ചു. അയാൾ മുനാഫിഖായിരുന്നു. ഇതൊന്നും ഇപ്പം മുനാഫിഖിന് തടസ്സമല്ല, നിഫാഖ് തരത്തിന് തടസ്സമല്ല. നീളം കുപ്പായിട്ടതുകൊണ്ട് നിഫാഖില്ലാതെക്കൂല, തലപ്പാവുള്ളത് കൊണ്ട് നിഫാഖില്ലാതെക്കൂല, താടി നീട്ടി വളർത്തിയതുകൊണ്ട് നിഫാഖില്ലാതിരിക്കൂല. നിഫാഖിന് അതൊന്നും തടസ്സമല്ല. കാരണം ബിദ്അത്തുകാര് മുനാഫിഖീങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞ പ്രയോഗം അനുസരിച്ച് എത്ര വലിയ താടിക്കാരുണ്ട്. താടിയല്ല വിഷയം, തലപ്പാവല്ല വിഷയം. അതുകൊണ്ടല്ല, ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിയമിച്ച ഖാളി മുനാഫിഖായിരുന്നു. എപ്പോഴാ തിരിയുന്നത് അറിയോ? പിന്നെയാ തിരിയുന്നത്. ആള് നല്ല ഖാളിയാണ് ഒരു മഹലിന്റെ അല്ല, ആ രാജ്യത്തിന്റെ ഖാളിയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കുറച്ച് തിരക്കായപ്പോൾ ഒരു അസിസ്റ്റന്റ് ഖാളിയെ തീരുമാനിച്ചു. ആ അസിസ്റ്റന്റ് ഖാളിന്റെ വാപ്പ പറയിപ്പിച്ച ആളാ, അത് ദുഷ്പേരുള്ള ആളാ. അപ്പൊ ദുഷ്പേരുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ഒരു ആലിമിനെയാണ് ഇയാളുടെ അസിസ്റ്റന്റ് ഖാളിയായിട്ട് നിയമിച്ചത്. അപ്പൊ നാട്ടില്, ഷാമില്, സിറിയയിലുള്ള ആളുകൾ അത് അഭിപ്രായ വ്യത്യാസം വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് മദീനയിലേക്ക് വിളിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് കാര്യം തിരക്കാതെ ഇയാൾ സ്വയം ഒരു അസിസ്റ്റന്റ് ഖാദിയെ നിയമിച്ചു. അത് എമ്മക്കാർക്കും ഇഷ്ടമല്ലാത്ത ആളാണ്. കാരണം കുടുംബപരമായി മോശത്തരമുള്ള ഒരാളാണ്. അത് എമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കേസ് നേരെ എങ്ങോട്ട് എത്തിച്ചു? മദീനത്തേക്ക് എത്തിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിപ്പിച്ചു, ഈ ഖാദിയെ വിളിപ്പിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ നിറഞ്ഞ ദർബാർ, ആ ദർബാറിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, മാ ഹമലക അലാ അൻ തസ്തഅമില റജുലൻ അലാ ഖൂറത്തിൻ മിൻ ഖുവരിൽ മുസ്ലിമീൻ, എന്തേ മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് ഒരു പ്രവിശ്യയിൽ എങ്ങനെ ഒരാളെ നിങ്ങളുടെ അസിസ്റ്റന്റ് ഖാളിയായി നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ കാന അബൂഹു കഥാ വകഥ, അയാളുടെ വാപ്പ് ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളെ അയാളെ തന്നെ നിയമിക്കേണ്ടിയിരുന്നോ? വാപ്പ കാരണമായി പറയിപ്പിച്ച ഒരാൾ, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇയാളെ വാപ്പാക്കാ കുഴപ്പം, അസിസ്റ്റന്റ് ഖാളിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വാപ്പ മോശക്കാരനായതുകൊണ്ട് ഇയാളെ പിന്നെ നിങ്ങൾ നിയമിക്കാൻ പറ്റുമോ? എന്നാൽ ജസ്റ്റ് എന്നോടൊന്ന് ആ വിവരം ചോദിക്കണ്ടേ, നാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഖാളിനെ ആക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ആകത്തുക അതാണ്. അപ്പൊ ഇയാൾ എടുത്ത വഴിക്ക് മറുപടി പറഞ്ഞത്, അയാളെ വാപ്പ പിഴച്ചതിന് അസ്ലഹല്ലാഹു അമീറൽ മുഅ്മിനീൻ വമാ അലയ്യ മൻ കാന അബൂ,
കാന അബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കാ. ഇന്നാ ലില്ലാഹി നഊദു ബില്ലാഹ്. എന്താ പറഞ്ഞത്? അയാളെ വാപ്പ പിഴച്ചതിന് ഞാൻ എന്തു പിഴച്ചു? അസിസ്റ്റന്റ് കാളിക്ക് കുഴപ്പമെന്തേണ്ടോ? കാളിന്റെ വാപ്പാക്കല്ലേ കുഴപ്പം? വാപ്പാക്ക് കുഴപ്പമുണ്ടെങ്കിൽ എന്താ? കാന അബു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്ക. നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള മുശ്രിക്കായിരുന്നില്ലേ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹിക്ക് വല്ല കുറവുണ്ടോന്നാ ചോദ്യം. ഇതങ്ങട്ട് കേട്ടപ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ വാപ്പ മുശ്രിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഇങ്ങോട്ട് ചുവന്നു. ഫഖാല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അഞ്ചാം ഖലീഫ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടയാളാ. അലി ഇബ്നു അബി താലിബ് കഴിഞ്ഞാൽ പിന്നെ ഖലീഫ മൂപ്പരല്ല, മഹാനവറുകളല്ല. അതിൻ്റെ ഇടയിൽ വേറെയും കുറെ ആളുകളുണ്ട്. പക്ഷെ നീതി ന്യായത്തോടെ ഭരണം നടത്തിയത് 4 ഖലീഫമാർ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ. അതിൻ്റെ ഇടയിലുള്ള ചരിത്രം വായിക്കാൻ നമുക്കെന്നെ ഇഷ്ടമല്ല. കാരണം വടംവലികളും ചോരപ്പുഴകളുമാണ്. അപ്പോ അതിന് പിന്നെ ഒരു ശരിയായ ഭരണം വരുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്താ. അതുകൊണ്ട് 5ാം ഖലീഫ എന്ന ഓമന പേര് കിട്ടിയത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒച്ചയും കിട്ടു. കാരണം ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ എന്താ പടച്ചോനെ ഞാൻ ഈ കേൾക്കുന്നത്? സുമ്മ സക്കത്ത. പിന്നെ മിണ്ടാതെ അങ്ങനെ നിന്നു. തല ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു. സുമ്മ റഫഅ റഅസ. പിന്നെ തല ഇങ്ങോട്ട് പൊക്കിയിട്ട് പറഞ്ഞു, അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ മുശ്രിക്കാണെന്ന് പറഞ്ഞ ഇമ്മനുഷ്യൻ എന്താണ് ഞാൻ ഇയാളുടെ പേരിൽ സ്വീകരിക്കേണ്ട നിലപാട്? എന്ത് വേണം? സദസ്സിനോട് ചോദിക്കാൻ. ഇയാളുടെ നാവരിയണോ ഞാൻ? ഇയാളുടെ കയ്യും കാലും വെട്ടണോ ഞാൻ? ഇയാളുടെ കഴുത്ത് മുറിക്കണോ ഞാൻ? എന്തു വേണമെന്ന് എന്റെ പ്രിയപ്പെട്ട സദസ്സ് തീരുമാനിക്കണമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇതാണ് ഹംദും സലാത്തും ചൊല്ലിയിട്ട് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും വാപ്പയും മുശ്രിക്കാണ്. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് അതിന് ആയത്തും ഹദീസും എവിടെ നാം വരുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ശൗര്യം കണ്ടോ നിങ്ങൾ? റസൂലുള്ളാഹി തങ്ങളുടെ വാപ്പ മുശ്രിക്കാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്ക് എന്തു ചെയ്യണം അയാളെ ചോദിക്കുകയാണ്. നാവരിയണോ? കൈവെട്ടണോ? കാലുവെട്ടണോ? എന്താ വേണ്ടത്? എന്നിട്ട് പിന്നെ ഇത് വികാരത്ത് പറഞ്ഞതാ. പിന്നെ നോർമലായ ആള് നോർമലായപ്പോ പറഞ്ഞു വേണ്ട, അതൊന്നും മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ അങ്ങ് തെറി പറഞ്ഞു എന്ന് വിചാരിച്ചു അവന്റെ കൈ വെട്ടാൻ പോണോ? അവന്റെ കാല് വെട്ടാൻ പോണോ? അന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടില്ല. പഠിപ്പിച്ചതിന്റെ അപ്പുറത്താണ്. ആരും വലിയ ആവേശം കാണിക്കണ്ട. അതൊന്നുമല്ലല്ലോ അതിന്റെ ശരിയായ മാർഗം. അതിന് ചില മാർഗങ്ങളും സംഗതികളും ഒക്കെ ഉണ്ട്. കയ്യും തലയൊക്കെ വെട്ടിയ സമയങ്ങളും ഉണ്ട്. അതിന് സാഹചര്യങ്ങൾ വേറുണ്ട്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, റസൂലുള്ള പഠിപ്പിച്ചതനുസരിച്ച്. പക്ഷെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യും. അതെന്താ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇനി ഈ ഭരണകൂടത്തിൽ കൈയിടാൻ, ഭരണമാകുന്ന ചക്കരക്കുടത്തിൽ കൈയിടാൻ നിനക്ക് കഴിയുമെന്ന് കരുതണ്ട. നിന്നെ ഒരു മഹലിന്റെ കാളി പോയിട്ട് ഒരു മഹലിൽ ഔദ്യോഗിക മെമ്പർഷിപ്പ് പോലും നിനക്ക് ഞാൻ തരൂല. ഞാൻ അമീറുൽ മുഅ്മിനീനായി നിൽക്കുന്ന കാലത്തോളം കാളി സ്ഥാനത്ത് നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്ലാമിക ഭരണത്തിൽ ഒരിടവും നിനക്ക് ഞാൻ തരൂല. ഒരു മഹലിന്റെ മെമ്പറാക്കി പോലും നിർത്തൂല. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, ഇത്രയല്ലേ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞുള്ളൂ? അള്ളാന്റെ റസൂലിന്റെ വാപ്പിമ്മി നരകത്തിലാന്ന് പറഞ്ഞാൽ വെട്ടണം എന്ന് പറഞ്ഞോ, കൊല്ലണം എന്ന് പറഞ്ഞോ? വേണ്ടാന്നാ പറഞ്ഞത്, ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. എത്രമാത്രം പറഞ്ഞു? ഇത്തരം ഏടാകൂടങ്ങളെ നിങ്ങൾ മദ്രസ കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റിയിലും കയറ്റരുത് എന്ന് പറഞ്ഞു. അതല്ലേ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞുള്ളൂ? അതിനാണോ നമ്മുടെ ഉസ്താദുമാർ ഭീകരവാദികളായത്, തീവ്രവാദികളായത്? നിങ്ങളൊന്ന് ശരിക്കിരുന്ന് ആലോചിക്കൂ. എന്നാണ് നമ്മുടെ നാട്ടിലെ ഉമറാക്കൾക്ക് അവരുടെ ബുദ്ധി തെളിയുക? ഇപ്പോഴും പല മഹല്ല് കമ്മിറ്റികളുടെയും തലപ്പത്ത് പലയിടങ്ങളിലും ഇത്തരം ഏടാകൂടങ്ങളല്ലേ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാന്ന് പറയുന്നവര് അവരല്ലേ? സെക്രട്ടറി സുന്നിയാണെങ്കിൽ ജോയിന്റ് സെക്രട്ടറി വിദാറ്റുകാരനായിരിക്കും. ഇതല്ലേ അവസ്ഥ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയായിരുന്നില്ലേ എന്ന് കൂട്ടത്തിലൊരു ചോദ്യം ആവശ്യമുള്ളവർക്കൊക്കെ ആലോചിക്കാം. നമ്മൾ നമ്മുടെ ഈമാൻ ഉറപ്പിക്കണം.
ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം, അവരോട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത വരി എത്ര ശ്രദ്ധേയമായ വരിയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അല്ലാഹു തആല പറയാണ്, ഈമാൻ കാക്കണം, ഈമാനിനെതിരെയുള്ള ശത്രുക്കളെ നിർബന്ധമായും തിരിച്ചറിയണം. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് പറയുന്നത് എന്താ? വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. ഇനിയുള്ള രണ്ടായത്തിൽ പറയുന്നത് 4 വലിയ കഥകളാണ്. അഡ്വാൻസ് ആയിട്ടാണ് പറയണത്, കഥ പറയണില്ല. ആ കഥ പറയണില്ല, ഖുർആൻ പറഞ്ഞതുപോലെ ആ കഥ പറയണമെങ്കിൽ സമയം പിടിക്കും. നമുക്കിപ്പോൾ 2:30 2:45 നിർത്തണ്ടേ. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞുതരാം. ഈ കഥ എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ അതിലെ ഗുണപാടും അങ്ങോട്ട് പറഞ്ഞുതരാം, കഥ പറയുന്നില്ല, ഓരോരുത്തരും മനസ്സിലാക്കാം. വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു, അള്ളാഹു വ്യക്തമായ ഒരു ഉദാഹരണം, ഒരു നല്ല ഉദാഹരണം ആ പടച്ചോൻ പറഞ്ഞിരിക്കുന്നു. ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക് നല്ല ഒരു ഉദാഹരണം. ആരെയാണത്? ഇംറഅത നൂഹ് വംറഅത ലൂത്ത്, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാര് സത്യനിഷേധികളുടെ വ്യക്തമായ ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിൽ എങ്ങനെ അടിയുറച്ച് നിൽക്കുക എന്ന് അറിയണമെങ്കിൽ അതിന് ലൂത്ത് നബിന്റെയും നൂഹ് നബിന്റെയും ഭാര്യ നോക്കിയാൽ മതിയെന്ന്. കാരണം ഭർത്താവ് ലൂത്ത് നബിയാ, ഭർത്താവ് നൂഹ് നബിയാ. എന്നിട്ടും എന്ത് ചെയ്തു? ഓല കുഫറിൽ തന്നെ അടിയുറച്ചു നിന്നു. അപ്പൊ പുതിയാപ്പൾക്കനുസരിച്ചാണ് മാറുമൊന്നുമില്ല പെണ്ണ്. ഇവിടെ മാറാതിരുന്നത് മോശമാണ്. എന്നാലും രണ്ടും 2 ഉദാഹരണം പറയാം. ഈമാനും കുഫറിനും വ്യക്തമായ 2 ഉദാഹരണം പറയാം. വറബല്ലാഹു മസലൻ, വിട്ടുവീഴ്ചയില്ലാത്ത കുഫറിന് ഉദാഹരണം. ഇംറഅത്തു ലൂത്തും ഇംറഅത്തു നൂഹുമാണ്, ലൂത്ത് നബിന്റെ നൂഹ് നബിന്റെയും ഭാര്യമാർ. നമുക്കറിയാലോ, ആ സംഭവം പറഞ്ഞെങ്കിലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. അറിയാവുന്നവർക്ക് വേഗം എളുപ്പമുണ്ട് കൂട്ടി വായിക്കാൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അവർ നശിച്ചു പോയവരാ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും നശിച്ചു പോയവരാ. കാനത്ത് മിനൽ ഗാബിരീൻ. ഖുർആൻ പറയുന്നു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ കൗമിന് ശിക്ഷ വരുമ്പം ഇവരോട് നാട്ടിൽ നിന്നാണ് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയ ഉടനെ ബാക്കുന്ന ഒച്ചപ്പാട് വെക്കും, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, പക്ഷെ നിങ്ങളെ ഭാര്യ തിരിഞ്ഞു നോക്കും, അവളതിൽ കുടുംബം ചെയ്യും എന്നൊക്കെ അല്ലാഹു തആല ആദ്യം പറഞ്ഞതാണ്. ഭാര്യ തിരിഞ്ഞു നോക്കി, പെട്ടും ചെയ്തു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നു. മലക്കുകൾ വന്നപ്പോൾ സുന്ദരന്മാരായ പയ്യന്മാരുടെ രൂപത്തിലാണ് വന്നത്. നല്ല ആൺകുട്ടികളുടെ രൂപത്തിൽ, ചെറുപ്പക്കാരുടെ രൂപത്തിൽ, നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് വന്നത്. കൗമാരപ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ രോഗം തന്നെ അതാണ്, സ്വവർഗരതി ഭ്രാന്തായിരുന്നു. അപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ നല്ല കാണാൻ ചേലുള്ള കുറച്ച് ചെറുപ്പക്കാർ വന്നണമല്ലോ എന്ന് കേട്ടപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി ഓടി വരികയാണ്. ആ രംഗമൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ഖുർആൻ ഇങ്ങനെ എത്ര വികാരത്തോടു കൂടെയാണ് അത് അവതരിപ്പിക്കുന്നത്. വല്ലാത്തൊരു അവതരണം. അവരിങ്ങനെ ഓടിങ്ങോട്ട് വരുന്നത്, അവരെ തടുത്തു വെക്കുന്നത്, ലൂത്ത് നബി മാനം കെടുമെന്ന് ഭയപ്പെടുന്നത്, അവരോട് കെഞ്ചി പറയുന്നത് ലാ തുഖ്സൂനി ഫീ ളൈഫി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ വിരുന്നുകാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുതേ എന്ന് അവരോട് കെഞ്ചി ചോദിക്കുന്നത്, അതൊക്കെ ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പെൺമക്കളുണ്ട് ഇപ്പുറത്ത്, ഞാൻ ആരെ വേണമെങ്കിലും നിക്കാഹ് ചെയ്തു തരാം. പെൺമക്കളാണ് ശരിയായ നിങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ശരിയായ വേദി, അതാണ്. നിങ്ങൾ ഈ ആൺകുട്ടികളെ കൂടെ ലൈംഗിക ദാഹം തീർക്കുന്ന ഏർപ്പാട് നിർത്തണം എന്നൊക്കെ ലൂത്ത് നബി അലൈഹി സ്വലാം ഉപദേശിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ലൂത്തെ നിനക്കറിയാലോ, നിന്റെ പെൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമാണ്, ഞങ്ങൾക്ക് ഈ ആൺകുട്ടികളെ തന്നെ കിട്ടണം, അങ്ങനെ ടീമായിപ്പോയി, അതുകൊണ്ട് മാറി നിൽക്കൂ, ഞങ്ങൾ അവരെ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് കയറുമ്പോഴാണ് ആ വന്നിരിക്കുന്ന ആ ഗസ്റ്റുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നിട്ട് ഇറങ്ങി വന്നു. യഥാർത്ഥ രൂപത്തിൽ, അതുവരെ നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിലാണ്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, പേടിക്കണ്ട ലൂത്ത് നബിയെ, ഞങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്,
നിങ്ങൾ അവരങ്ങോട്ട് വിട്ടോളൂ, ഒന്നും വരാൻ പോകുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങ് ഇറങ്ങി. ജിബ്രീലിന്റെ 600 ചിറകുകൾ ഉള്ള അവസ്ഥയിൽ മുറ്റത്തേക്ക് ഇങ്ങ് ഇറങ്ങി നിന്നു. ആ ചിറക് കൊണ്ട് ജസ്റ്റ് ഒരടി അടിച്ചപ്പോഴേക്ക് കുറേ എണ്ണം അവിടെ വീണു. ബാക്കിയുള്ളവരൊക്കെ തടിയും കൊണ്ട് ഓടി. അങ്ങനെയാണ് സംഭവിച്ചത്. വലിയ സംഭവമാണതൊക്കെ. ഏതാവട്ടെ, അങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ ടീമിനെയൊക്കെ ആയിട്ട് പോയപ്പം ആ നാട് അള്ളാഹു മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി അമ്പടം മറിച്ചിട്ടു. സഡൂം എന്ന് പറയുന്ന സഡോം എന്ന് പറയുന്ന പ്രദേശം, സദൂം എന്നാണ് അറബി പറയാ, സഡോം എന്നാണ് അതിൻ്റെ പേര് പിന്നീട് വന്നത്. സഡോം, അതുകൊണ്ടാണ് ഇപ്പോഴും സഡോമി എന്നാ പറയാ. ഇതിന് സ്വർഗരതി, ആ ഭ്രാന്തിന് സഡോമി. കാരണം സഡോം നാട്ടുകാരാണ് ആദ്യം ഇത് കാണിച്ചു കൊടുത്തത്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ മുമ്പ് ആരും ഈ പണി ചെയ്തിട്ടില്ല, നിങ്ങളെ മുമ്പ് ആരും ഈ പണി ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളാണ് ഇത് ആദ്യം ഉണ്ടാക്കിയത്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്ത് നിങ്ങളെ മുമ്പ് ആരും ഈ വൃത്തികേട് ചെയ്തിട്ടില്ല. സ്വന്തം വർഗത്തിന്റെ അടുത്ത് വൈകാരിക ദാഹം തീർക്കുന്ന ഏർപ്പാട്, ലൈംഗിക ദാഹം തീർക്കുന്ന ഏർപ്പാട് നിങ്ങളാ തുടങ്ങി വെച്ചത് എന്ന് അവരോട് പറയുന്നുണ്ട്. അതാണ് സഡോമീന വിളിക്കാറുള്ളത് ഈ ജോലിയെ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നും ആ സഡോം എന്ന പ്രദേശം അമ്പടെ എന്ത് ചെയ്തു, മുകളിലേക്കാണ് കൊണ്ടുപോയി പപ്പടം മറിക്കും പോലെ അങ്ങോട്ട് മറിച്ചിട്ട് കപ്പവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ആ സ്ഥലം വളരെ കുഴിഞ്ഞു. ആ സ്ഥലത്താണ് ചാവുകടൽ രൂപപ്പെട്ടത്. ചാവുകടൽ രൂപപ്പെട്ടത്, ഡെഡ് സീ രൂപപ്പെട്ടത്. ഇന്നും അതിൻ്റെ അടുത്ത് പോയ റസൂലുള്ളാഹിയുടെ കൽപ്പന, അങ്ങനെ അദാബിറങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ കൂടരുത് എന്നാ കാണുക ഇബ്രത്തിന്, എന്നിട്ട് വേഗം പോരുക. ഇന്നിപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാം മൊത്തല വെള്ളത്തിലിട്ടതുപോലെ ഈ ചാവുകടലിൽ ഇങ്ങനെ കിടക്കും. കാരണം ചാവുകടലിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ്, താന്നൂല, കിടന്നാൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക ചെയ്യുക. പൊങ്ങ് പോലെ അങ്ങനെ പൊങ്ങിക്കിടക്കും മനുഷ്യൻ കിടന്നാൽ. എന്നിട്ട് ആ വെള്ളത്തിന് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് തുണിപ്പായൊന്നും ഇടാതെ മലർന്ന് കിടക്കുന്ന ഇംഗ്ലീഷുകാരെ കാണാൻ പറ്റുക. ഞാൻ പറഞ്ഞു വരുന്നത് കൂത്താടുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഖുദ്സ് യാത്ര നടത്തിയാൽ അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. നടത്തിയവർ ഈ സദസ്സിലുണ്ട്, എൻ്റെ കൂടെ വന്നവരുണ്ട്, അവരതൊക്കെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കുക, അങ്ങനെയുള്ള അദാബുകളൊക്കെ വന്നു. അവിടെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ അതിൽ ആ അദാബിൽ പെട്ടുപോയി. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ മുങ്ങി മരിച്ചു, വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയി. മകൻ കനാൻ കുടുങ്ങിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന എന്താ, ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യ വിട്ടുവീഴ്ചയില്ലാത്ത കുഫറിന് ഉദാഹരണമാണ്. ഭർത്താവ് അതാണ് വിചാരിച്ച് ഭാര്യ അങ്ങോട്ടാവുന്നില്ല. അങ്ങനെ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ ചിലരൊക്കെ. വാപ്പാര് 10 ഉറുപ്പ്യൻ്റെ ലാഭം നോക്കിയിട്ട് കിട്ടുന്നവന് കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടികൾ അതുകൊണ്ട് അലാക്കാണ്, കുട്ടികളും. കാരണം മുഴുവൻ പിന്നെ വിദേഹത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടുള്ളൊരു സംഗതി. നല്ല സുന്നിയായി പെണ്ണടക്കം പിന്നെ അങ്ങനെ ജീവിക്കേണ്ട ഒരു ഗതികേട്. എന്നാൽ ഇനി അങ്ങനെ അഥവാ കുടുങ്ങിപ്പോയാൽ, സംഗതി കല്യാണം അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെയാണ് ജീവിക്കുന്നത് എങ്കിൽ അപ്പോഴും അവൾക്ക് അവളായിട്ട് ജീവിക്കാൻ പറ്റും വേണമെങ്കിൽ. അതിന് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അവൾക്ക് അവളായിട്ട് ജീവിക്കാൻ പറ്റും. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ അടുത്തത്, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. മുഅ്മിനീങ്ങൾക്ക് ഇതാ നല്ല ഒരു ഉദാഹരണം. ഏത് നരിമടയിൽ താമസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ ജീവിക്കാം, ഒരു കുഴപ്പവും പറ്റൂല എന്നുള്ളതിന്റെ തെളിവാണ് ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ. ഈ പഹയന്റെ പെണ്ണായിട്ട് പോലും അവിടുത്തെ ഈമാനും വല്ല കുഴപ്പവും പറ്റിയോ? ഇല്ല. അപ്പം ആരൊപ്പം കഴിഞ്ഞാലും അങ്ങനെ വരുന്നത് നമ്മൾ നോക്കണം. നമ്മളെ കുട്ടികളെയും മക്കളെയും അങ്ങനെയുള്ളവരോട് പിടിച്ച് കെട്ടിക്കണത് നോക്കണം. അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ അതിനനുസരിച്ച് അങ്ങോട്ട് കൂറുമാറല്ല വേണ്ടത്. പെണ്ണുങ്ങളുള്ള ഒരു സാസിലാണെങ്കിലാ പറയേണ്ടത്, അവരവർ സുന്നിയായിട്ട് തന്നെ ജീവിക്കണം, അവരെ പരലോകം രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അതാ വേണ്ടത്. ഈമാൻ ശരിക്ക് കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് ശ്രമം നടത്തേണ്ടത്. അവർക്ക് വലിയ കൂലിയും കിട്ടും. കാരണം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കേണ്ടി വരിക. പലപ്പോഴും പല ആളുകളും ഇതിൻ്റെ ഇരകളാണ്. അള്ളാഹു അവർക്കൊക്കെ ജീവിതത്തിൽ റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഈമാൻ അടിയുറപ്പിച്ച് നിർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ 2 ഉദാഹരണങ്ങൾ അവിടെ പറയുന്നത്. വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. എന്നിട്ട് അത് പറഞ്ഞു തീർന്നില്ല. ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം, കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന. ഈ 2 പെണ്ണുങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട 2 അടിമകളുടെ കീഴിലായിരുന്നു. അതായത് ലൂത്ത് നബി, നൂഹ് നബി. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സാലിഹൈൻ. നമ്മുടെ സാലിഹീങ്ങളായ 2 അടിമകളുടെ കീഴിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. എന്നിട്ട് എന്തേ ഇവർ ചെയ്തു? ഫഖാനതാഹുമാ. ഇവർ 2 ആളും അവരെ വഞ്ചിക്കുക ചെയ്തത്.
ആദർശവഞ്ചന നടത്തുകയാണ് ചെയ്തത്. ഖാനത്താഹുമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അർത്ഥമുണ്ട്, അതിവിടെ വെക്കരുത് എന്നാണ്. ഭാര്യ ആരെ? നൂഹ് നബിന്റെയും ലൂത്ത് നബിന്റെയും ഭാര്യയാണ് മോമിനിങ്ങൾക്ക് നല്ല ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവർ രണ്ടാളും അവരുടെ ഭർത്താക്കന്മാരെ പറ്റിച്ചു, വഞ്ചിച്ചു. എന്നിട്ട് ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈഅ, ഈ രണ്ട് പ്രവാചകന്മാർക്കും ആ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനെ തന്നെ അടിയുറച്ചു നിന്നു. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, അവരോട് പറഞ്ഞു മറ്റുള്ളവർ നരകത്ത് കടക്കുമ്പോൾ നിങ്ങളും ആ കൂട്ടത്ത് കടന്നോളി എന്ന് ഈ ഭാര്യമാരോട് പറയുകയാണ് പടച്ച റബ്ബ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇവർ നരകാവകാശികളായി തീർന്നു. അപ്പൊ ഈ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ആദർശവഞ്ചന നടത്തിന. ഭർത്താവിന്റെ ആദർശത്തിലേക്ക് അവർ വന്നില്ല, ഭർത്താവിനെ ആദർശത്തിൽ അവർ വഞ്ചിച്ചു. ഈ മലക്കുകൾ ലൂത്ത് നബിയുടെ അടുത്ത് വന്നപ്പം ലൂത്ത് നബിയുടെ ഭാര്യ പിന്നാമ്പുറത്തുകൂടെ അടുക്കളവാതിലൂടെ ഇറങ്ങിപ്പോയിട്ട് നാട്ടിൽ ആളുകളോട് വിവരം കൊടുത്തത് പെണ്ണാ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ നല്ല കോമളന്മാരായ യുവ കോമളന്മാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് ഈ പെണ്ണാ. ആ നാട്ടുകാരുടെ അഭിരുചി മനസ്സിലാക്കിയിട്ടേ അത് പോയി പറഞ്ഞു കൊടുത്തത് ഈ പെണ്ണായിരുന്നു, ലൂത്ത് നബിയുടെ ഭാര്യ. ഇങ്ങോട്ട് പിന്നാമ്പുറത്തുകൂടെ വാതിൽ കൂടെ വന്ന് കയറിയിട്ട് അകത്ത് നടക്കണ എല്ലാ സർക്കസും കാണും ചെയ്തു. ഇതാ ചെയ്തത്. പിന്നെ ഈ പെണ്ണിനെ പടച്ചോൻ വിടുവോ? ഖാനത്താഹുമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതാണ്. അല്ലാതെ ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയുണ്ട്, വ്യഭിചാരം. അതല്ല, അതുണ്ടായിട്ടില്ല എന്നാണ്. ഇത് അങ്ങനെ പറയാൻ കാരണം ഈ ആയത്തിന്റെ തഫ്സീർ എഴുതിയ മുഴുവൻ മുഫസ്സിറുകളും എന്ന് പറയാം, അവരൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഖാനത്താഹുമ എന്നാണ് പറയുമ്പോഴേക്ക് അതെന്താണ്, അത് വ്യഭിചാരമായിരുന്നില്ല എന്നെല്ലാവരും എഴുതുന്നു. കാരണം എന്താ? ഒരു സഹീഹായ ഹദീസുണ്ട്. അതാണ് അങ്ങനെ അർത്ഥം പറയാൻ കാരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ ബഗതി ഇംറഅതു നബിയ്യിൻ ഖത്തു, മാ ബഗതി ഇംറഅതു നബിയ്യിൻ ഖത്തു, ഒരു നബിയുടെ ഒരു ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല. ലൂത്ത് നബിന്റെ ഭാര്യ, നൂഹ് നബിന്റെ ഭാര്യ അടക്കം വ്യഭിചരിച്ചിട്ടില്ല. വ്യഭിചരിക്കാൻ പാടില്ല സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാ. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല. അതെന്താ കാരണം? വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഈ അശുദ്ധമായ ശരീരമാണ് പിന്നെ നബിമാർ പ്രാപിക്കുന്നത്. അപ്പൊ അശുദ്ധമായ, മറ്റത് ആദർശപരമായ അശുദ്ധിയാണ്. ഇതല്ല, ഈ ശരീരം തന്നെ മലിനാവാം. ഈ ശരീരം ബാഹ്യതലത്തിൽ മലിനമായ ശരീരത്തെ പ്രാപിക്കാൻ ഇവർക്ക് അല്ലാഹു അവസരം നൽകൂല. ആർക്ക്? പരമപരിശുദ്ധരായ അമ്പിയാക്കൾക്ക്. അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കളുടെ ഭാര്യമാർ വഞ്ചിച്ചു എന്നെവിടെയെങ്കിലും പറഞ്ഞാൽ അത് ആദർശപരമായ വഞ്ചനയാണ്, വിശ്വാസത്തിലുള്ള വഞ്ചനയാണ് എന്ന് ഉറപ്പിച്ചുകൊള്ളുക. നീ കുറെ പറയാനുണ്ട്, ഞാൻ നിർത്താം. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ഏതു നരിമടയിൽ വളർന്നാലും തന്റെ ആദർശം കൈമുതലാക്കി ജീവിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അത് ഇംറഅത ഫിർഔൻ. ഒന്ന് ഫിർഔനിന്റെ ഭാര്യയാണ്, ഫറോവയുടെ ഭാര്യ, ബഹുമാനപ്പെട്ട ബീവി ആസിയ. എപ്പോൾ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, ആ ഫറോവയുടെ ഭാര്യ പ്രാർത്ഥിച്ച സമയം ഒന്ന് ഓർക്കുക. റബ്ബി ബിനി ലീ ബൈതൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ എനിക്ക് നിന്റെ അടുത്ത് സ്വർഗ്ഗത്തിൽ ഒരു വീട് തയ്യാറാക്കണേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലി, ഈ ഫിർഔനിൽ നിന്നും ഫിർഔനിന്റെ തമ്മാടിത്തത്തിൽ നിന്നും, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഇവിടുത്തെ ഈ അക്രമികളായ നാട്ടുകാരിൽ നിന്നും നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ആസിയ ബീവി മുസ്ലിമായത്, ആസിയ ബീവി പോറ്റി വളർത്തിയ കുട്ടിയാണല്ലോ മൂസ അലൈഹിസ്സലാം. അപ്പൊ ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആദർശം ശരിയാന്ന് മനസ്സിലാക്കി വിശ്വസ്തത. അതിന് കുറെ കാരണങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേന് നമുക്ക് സമയം എന്തായാലും അസർ കഴിഞ്ഞാലും ഇത് തീരൂല. അത്രയും വലിയൊരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞു വന്നെങ്കിൽ എങ്ങനെ മുസ്ലിം ആയതെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഏതായാലും മുസ്ലിമായപ്പോൾ ഈ ഇസ്ലാം മറച്ചു വെച്ചു. ഈ വിഷയം, ഈ ഇസ്ലാം മറച്ചു വെച്ച കാര്യം പിന്നീട് അറിയുന്നു. ആരറിയുന്നു? ഫറോവ അറിയുന്നു. പതുക്കെ ഫറോവയുടെ മുമ്പിൽ അത് എത്തുന്നു. എത്തിയപ്പം സുബ്ഹാനല്ലാഹ് ഫറോവ വിളിച്ചു. ഫറോവ വിളിച്ചിട്ട് ഈ തൻ്റെ ഭാര്യയെ തൻ്റെ ഉമ്മാൻ്റെ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടേയാക്കി. ഉമ്മാൻ്റെ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടേയാക്കി. ഉമ്മാൻ്റെ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടേയാക്കിയിട്ട് പറഞ്ഞു,
ഇവളെ നിങ്ങൾ നന്നാക്കി തരണം. കാരണം ഇവള് എനിക്ക് മാനക്കേടായിരിക്കുക. കാരണം ഈ നാട് മുഴുവൻ ഞാൻ എൻ്റെ വരുതിയിൽ നിർത്തി, എൻ്റെ കൊട്ടാരത്തിൻ്റെ വരുതിയിൽ ഇത് മുഴുവനും നിർത്താൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ കെട്ടിയോൾ ഇവളാണ് എന്നെ മാനം കെടുത്തത്. എന്നാൽ പിന്നെ ഇവളാണ്ട് ഒഴിവാക്കിയാൽ മതി. അതിനൊക്കെ ഫറോവക്ക് കഴിയൂല. നല്ല സുന്ദരിയായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു വീക്ക്നെസ്. ഇയാളെ വീക്ക്നെസ് പെണ്ണായിരുന്നു. അപ്പോൾ ആസിയ ബീവിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടു. ഇയാൾ നടത്തിയ ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് വിശ്വസിച്ചു. ഹിസ്കീലിൻ്റെ ഭാര്യ വിശ്വസിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ കുട്ടികളെ പെണ്ണിൻ്റെ നെഞ്ചത്തിട്ട് അറുത്തു. വായിലേക്ക് ആ കുട്ടിൻ്റെ കഴുത്ത് വെച്ചിട്ട് അറുത്തിട്ട് ആ കുട്ടിൻ്റെ രക്തം ഈ ഉമ്മനെ കൊണ്ട് കുടിപ്പിച്ചു. ഒക്കെ മുസ്ലിമായതിൻ്റെ പേരിലാണ്. ഇത് കണ്ടപ്പോഴാണ് ആസിയ ബീവി വിശ്വസിച്ചത്. ഞാനിപ്പോൾ ചുരുക്കി അത്ര പറയാം. ആസിയ ബീവി വിശ്വസിച്ചത് അപ്പോഴാണ്. ഉറക്ക വിശ്വസിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവളെ അത് വിചാരിച്ചിട്ട് കൊല്ലാനൊന്നും ഇയാൾക്ക് കഴിയില്ല, ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ വാപ്പാനെ കൊണ്ടുപോയിട്ട് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി വാപ്പാനെ ഏൽപ്പിച്ചു. വാപ്പ ഉപദേശിച്ചിട്ട് ഒരനക്കം പിറകോട്ട് നിന്നില്ല. എൻ്റെ ഈമാൻ ഞാൻ സംരക്ഷിക്കും, അതിൽ ഒരു വിട്ടുവീഴ്ചയും എനിക്കില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും അതിന് റെഡിയാണ് എന്ന് തന്നെ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇങ്ങനെ പതുക്കെങ്ങനെ ആ വിഷയങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു ഒതുക്കാൻ ശ്രമിച്ചു. ഇനിയിപ്പോൾ ആൾക്കാരൊന്നും അറിയില്ലെങ്കിൽ അങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മട്ടിലേക്കൊക്കെ മൂപ്പരെത്തുമ്പോഴാണ് ഒരു ദിവസം സദസ്സിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പം സദസ്സിൽ ഇയാൾ ചോദിച്ചു, ഇത് ജനങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അല്ലേന്ന് അറിയണമല്ലോ. അപ്പോൾ അയാൾ സദസ്സിൽ വിളിച്ചിട്ട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? സദസ്യരോട് ചോദിച്ചു, അല്ല എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. മാ തഅലമൂന മിൻ ആസിയത ബിൻതി മുസാഹിമിൻ്റെ മകൾ ആസിയയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. രാജ്ഞിയല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് പൊന്തിച്ചു. കാരണം ഇയാളെ തൃപ്തി അതായിരിക്കും എന്ന് കരുതി ഒന്ന് പൊന്തിച്ചു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നഹ തഅ്ബുദു ഗൈരി, അവൾ ഞാനല്ലാത്ത ഒരു റബ്ബിനെ ആരാധിക്കുന്നുണ്ട്. മൂപ്പരിപ്പോൾ പടച്ചോനാണ്. അങ്ങനെ റബ്ബുക്കുമുൽ അഅ്ല എന്നുള്ള നിലപാടുകാരനാണല്ലോ. എന്നേലും വലിയൊരു പടച്ചോനില്ല. അപ്പോൾ ഈ ആൾ ദൈവം ഇയാൾ പറയാണ്, എൻ്റെ ഭാര്യ എന്നെ അല്ലട്ടോ ആരാധിക്കുന്നത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് കൗം ഒറ്റയടിക്ക് പറഞ്ഞു. കാരണം ഇവർ ഇങ്ങനെ പറയാൻ കാത്തിക്കുകയാണ്. പിന്നെ ഇയാളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇയാളെ അടുത്തുനിന്നൊരിത് കിട്ടിയെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഓ കുത്തുലുഹ, ഇപ്പൊ കൊല്ലണം അവളെയാണ് ഇപ്പൊ കൊല്ലണം എന്ന്. അങ്ങനെ എന്ത് ചെയ്തു? ആണി കൊണ്ടുവന്നിട്ട് ആണിയിൽ തറക്കല. മനുഷ്യനെ മലർത്തിയാണ് കിടത്തിയിട്ട് ആണി അടിക്കും. 1 ഇഞ്ച് ആണിൻ്റെ കഥയല്ല, വലിയ ആണി ശരീരത്തിൽ അടിച്ചാണ് കയറ്റും ഭൂമിയിലേക്ക്. എന്നിട്ട് പാമ്പുകളും തേളുകളെയൊക്കെ വിട്ടുകൊടുത്തിട്ട് കടിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ശിക്ഷയുടെ രൂപം. ഇങ്ങനെ എന്ത് ചെയ്തു? മലർത്തി കിടത്തി കയ്യും കാലും ഒക്കെ ആണി വെച്ച് ബന്ധിപ്പിച്ചു. ആ സമയത്ത് അതിൽ കിടന്നിങ്ങനെ പെടയുമ്പോൾ ശരീരത്തിൽ ആണി ഇങ്ങനെ അടിച്ച് ഇറക്കല്ലേ ഭൂമിയിലേക്ക്. അപ്പാസിയ ബിബി ദ്വാരന്നതാ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതാണ് നമ്മളെ ഈ ആയത്തിൽ വന്നത്. ഇത് ഖാലത്ത്, എപ്പോഴാണ് ഭർത്താവായ ഫറോവയുടെ അനറബ്ബുക്കുമുൽ അഅ്ല എന്ന് വാദിക്കുന്ന വല്യംപുരാൻ മനോഭാവം കാട്ടുന്ന ഈ ഫറോവയുടെ മുന്നിൽ വെച്ച് പോലും ഈമാൻ പ്രഖ്യാപിച്ചത് എപ്പോഴാ? ഇത് ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞപ്പോഴായിരുന്നു അത്. റബ്ബി ബിനിലി ബൈതൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ നിന്റെ അടുത്ത് എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ. കാരണം എന്താ? സ്വർഗം ഇങ്ങനെ കാണുക പെണ്ണ് മരിക്കാൻ നേരത്തെ. അപ്പൊ പറഞ്ഞു, ആ സ്വർഗം, ഞാൻ ആ കാണുന്ന സ്വർഗത്തിൽ എനിക്കൊരു വീട് പടച്ചോനെ നീ ഒരുക്കി തരണം. ദ്വാരുന്നു. അങ്ങനെ ദ്വാരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവർ ശക്തമായി മർദ്ദിച്ചു. അതിൽ കിടന്ന് പെടഞ്ഞാണ് മരിക്കുക. അവസാനം പറഞ്ഞ വാക്കിതാണ്. ആ സമയത്ത് ഇത് കേട്ടപ്പോൾ അവിടെ ആരും വന്നു? ഫറോവയും വന്നു ഇത് കാണാൻ. കൗമ് ഇവളെ നശിപ്പിക്കുന്നത് കാണാൻ. എത്രയോ കാലം കൂടെ ജീവിച്ച ഈ പെണ്ണിനെ ഈ കോലത്തിൽ ചെയ്തപ്പം അവസാനം ഇവരിങ്ങനെ ആർത്ത് ചിരിച്ച് ഈ പെണ്ണിനെ ഇക്കോലത്തിൽ ചെയ്യുമ്പോൾ പെണ്ണ് കരയല്ല, ഫിർഔന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചിരിച്ചു. ഹത്താ ഹീന റഅത് ബൈതഹാ ഫിൽ ജന്ന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്ന് ദ്വാരുന്നു. അല്ലാഹു ലൈവായിട്ട് സ്വർഗത്തിലെ വീട് ഇതാണ് കേട്ടോ ആസിയ അങ്ങക്കുള്ളത് എന്നാണ് കാണിച്ചു കൊടുത്തു. അതാണ് കണ്ടപ്പോൾ വാ വാ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പം ഫിർഔൻ
അടുത്തുള്ളവരോട് ചോദിച്ചു, അലാ തഅ്ജബൂന മിൻ ജുനൂനിഹാ, ഈ ഭ്രാന്തിയുടെ ഭ്രാന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇന്നാനു അസിബുഹ, നമ്മൾ ഇക്കോലത്തിൽ ഇവളെ മർദ്ദിച്ചിട്ടും വഹിയ തളഹക്ക്, ഇവൾ ചിരിക്കണ കണ്ടില്ല, ഇവക്ക് സുഖല്ലട്ടോ, ഇവക്ക് സുഖല്ല. സംഗതി സ്വർഗം കണ്ടിട്ടാ ചിരിക്കുന്നത്. ഫഖബദല്ലാഹു റൂഹഹാ ഫിൽ ജന്ന റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ബീവി ആസിയയുടെ റൂഹ് പിടിച്ചത് സ്വർഗത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ബീവി സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നാണ് മരിക്കണമെന്ന് പറയാം. ആ കോലത്തിലാണ് ആസിയ ബീവിയുടെ ലോകം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ ഏത് നരിമടയിൽ വളർന്നാലും അവനവന്റെ ആദർശത്തിനൊരു കുഴപ്പവും പറ്റൂല. ഇനി ഒരൊറ്റ ഉദാഹരണവും കൂടെ, ഇമ്രാന്റെ മകൾ മറിയമും ഒരു ഉദാഹരണമാണ്. നേരെ ചൊവ്വേ എങ്ങനെ ജീവിക്കണം എന്നതിന് മുസ്ലിമീങ്ങൾക്ക് നല്ല ഉദാഹരണമാണ് മറിയമു ബിൻതു ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ. എന്താണ് മറിയം ബീവിയുടെ പ്രത്യേകത? അവിടത്തെ ലിംഗം വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. അല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, നമ്മുടെ ആത്മാവ് ആ മറിയം ബീവിയിൽ ഊതിയപ്പോൾ വസദ്ദഖത് ബികലിമാതി റബ്ബിഹ, തന്റെ റബ്ബിന്റെ കലിമത്തുകളെ വിശ്വസിച്ചു. വകുതുബിഹി, കിതാബുകളെയും വിശ്വസിച്ചു. വകാനത് മിനൽ ഖാനിതീൻ, സർവ അനുസരണയും പ്രഖ്യാപിച്ച മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട ബീവി മറിയം. വലിയ കഥയാണ്. കഥ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാലോ. എന്തിനപ്പം ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. മറിയം ബിനത്ത് ഇമ്രാൻ എന്തിനു പറഞ്ഞു? ഇമ്രാത്ത് ഫിർഔൻ തന്നെ പോരായിരുന്നു. ഇമ്രാത്ത് ഫിർഔൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്കൊരു ചോദ്യം ഉണ്ടാവും. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഫിർഔന്റെ ഭാര്യയാണ്, എന്നാലും അവർക്കൊരു ദാമ്പത്യം ഉണ്ടായിരുന്നല്ലോ. സംഗതി നരിയാണെങ്കിലും വളർന്നത് നരിമടയിലാണെങ്കിലും ഭർത്താവ് നരിയായിരുന്നെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഭർത്താവില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ മറ്റവൻ്റെ ഒപ്പം ചാടിപ്പോയതെന്ന് പറയാൻ നിൽക്കണ്ടാവും. അതിനാണ് രണ്ടാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. കെട്ടിച്ചത് കൊണ്ടാണ് തൻ്റെ ആദർശം പണയം വെക്കാതെ ജീവിക്കാൻ പറ്റിയത്. തൻ്റെ ശരീരമോഹങ്ങളൊക്കെ പൂർത്തിയാകുന്നത് കൊണ്ട് ഇല്ല. തീരെ കെട്ടിക്കാത്ത മറിയം ബീവിക്ക് വല്ല കുഴപ്പവും പറ്റിയോ? വിധവകൾക്ക് ഉദാഹരണം പറയാം, കന്യകകൾക്ക് ഉദാഹരണം പറയാം, അവിവാഹിതകൾക്ക് ഉദാഹരണം പറയാം. അവിവാഹിതയായാലും ദീൻ സംരക്ഷിച്ച് എങ്ങനെയാ ജീവിക്കുക എന്നുള്ളതിന് ഉദാഹരണം പറയാം. അല്ലത്തി അഹ്സനത് ഫർജഹ, കെട്ടിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്തിട്ടില്ല? തൻ്റെ ഉളുപ്പ് വിട്ട് കളിച്ചിട്ടില്ല. ഉളുപ്പ് സംരക്ഷിച്ചിട്ട് തഖ്വയുടെ ഉളുപ്പ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ വിവാഹം ചെയ്തോ ഇല്ലേ? വാപ്പ നേരത്തിന് കെട്ടിച്ച് അയച്ചു, അതൊന്നുമല്ല വിഷയം. നമ്മുടെ ഈമാൻ സംരക്ഷിക്കണം. വാപ്പമാർ നേരത്ത് മക്കളെ കെട്ടിച്ചയക്കണം, അത് വേറെ, അത് വാപ്പാന്റെ ബാധ്യതയാണ്. ഇനി വാപ്പ കെട്ടിച്ചയച്ചില്ലെങ്കിൽ കൂത്താടാൻ പറ്റുമോ? വാപ്പാക്ക് കെട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂത്താടാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. കാരണം നമ്മളെ ജീവിതം ഇവിടെയല്ല, നാളെ പരലോകത്താണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഉദാഹരണങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞത്. സദഖല്ലാഹുൽ അദീം വസദഖ വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ സമാപിക്കുന്നു. നാളെയാണ് ശരിക്കും